എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. ഇന്ന് ഞാൻ ലളിതാ സഹസ്രനാമം പഞ്ചോപചാരമായിട്ട് എങ്ങനെയാ ബന്ധപ്പെട്ടിരിക്കണമെന്നൊന്ന് നോക്കാം. അത് നമ്മൾ ജപിക്കുന്നതുകൊണ്ടുള്ളത്. ലളിതാ സഹസ്രനാമം നമ്മൾ എപ്പോഴും വ്യക്തമായിട്ട് ജപിക്കണം എന്ന് പറയാറുണ്ട്. കാരണം ലളിതാ സഹസ്രനാമം ചിലർ പറയും 10 മിനിറ്റ് കൊണ്ട് ജപിച്ചു, 8 മിനിറ്റ് കൊണ്ട് ജപിച്ചു എന്നൊക്കെ പറയാറുണ്ട്. 10 മിനിറ്റ് കൊണ്ട് ജപിക്കുന്ന ലളിതാ സഹസ്രനാമം പൂർണ്ണമായിട്ട് ഒരു ലളിതാ സഹസ്രനാമമായിട്ട് പറയാൻ പറ്റില്ല. മിനിമം 20 മിനിറ്റ് എടുത്തെങ്കിലേ വ്യക്തമായിട്ട് നാമങ്ങൾ ജപിക്കാൻ പറ്റും. ഒരിക്കലും നാമങ്ങളെ നമ്മളിങ്ങനെ ധൃതിയിൽ വലിച്ചു നീട്ടിക്കൊണ്ട് ഓടരുത്. കാരണം നടന്നുകൊണ്ട് അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടൊക്കെ ജപിച്ചാലും വ്യക്തമായിട്ട് ജപിക്കണം. കഴിയുന്നതും ഉപാസകർ അടുക്കളയിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലളിതാ സഹസ്രനാമം ജപിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ വേറൊന്നിൽ ചെയ്യുമ്പോൾ നമ്മൾ കൈ കൊണ്ടൊന്ന് ചെയ്യുന്നു, മനസ്സ് നാമം ജപിക്കുന്നു, വേറെ എവിടെയൊക്കെയോ ചിന്തകൾ പോകുന്നു. അങ്ങനെയല്ല അത് ജപിക്കേണ്ടത്. കാരണം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ കർമ്മത്തിൽ ശ്രദ്ധിക്കുക. അടുക്കളയിൽ ആഹാരം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ലളിതാദേവിയെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? കാരണം ഈ 1000 നാമങ്ങൾ എന്ന് പറയുന്നത് 1000 മന്ത്രങ്ങളാണ്. അപ്പൊ അത് വ്യക്തമായിട്ട് ഉള്ളിൽ ജപിച്ചാലും വ്യക്തമായിട്ട് ജപിക്കണം. അപ്പൊ അതുകൊണ്ട് എന്താ പ്രയോജനം? നമ്മുടെ ബുദ്ധിക്ക് തെളിമയുണ്ടാകും. നമ്മുടെ ബുദ്ധിക്ക് തെളിമയുണ്ടാകുമ്പോൾ നമ്മുടെ തലേ വരാന്ന് പറയില്ലേ, നമുക്ക് ഉണ്ടാകുന്ന ഡെസ്റ്റിനികൾ ഒരുപാട് മാറാൻ പറ്റും. പിന്നെ നമ്മുടെ ബുദ്ധി നന്നായിട്ട് പ്രവർത്തിക്കും. ഈ വാഗ്ഭവ സ്വരൂപിണിയാണ് ദേവി. അപ്പൊ ഈ വാഗ്ഭവ സ്വരൂപിണിയായിരിക്കുന്ന ദേവി എന്ന് പറയുമ്പോൾ, വാഗ്ഭവം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സരസ്വതി ദേവിയാണ് അല്ലെ. സരസ്വതി ദേവി ജ്ഞാനത്തിന്റെ ദേവിയാണ്. അപ്പൊ ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് എല്ലാം പറയാൻ പറ്റുന്നത്, ഒരു ക്ലാരിറ്റി വരുന്നത്, ഡിസിഷൻ എടുക്കാൻ പറ്റുന്നത്. ഇതൊക്കെ നമ്മുടെ ബുദ്ധിയുടെ വൈഭവമാണ്. അപ്പൊ നമ്മളെ കഴിയുന്നതും ലളിതാ സഹസ്രനാമം നടന്നുകൊണ്ടോ ഇങ്ങനെ ചുമ്മാ വേറെ കർമ്മങ്ങൾ ചെയ്യുമ്പോഴോ ഒന്നും ചെയ്യാതിരിക്കുക. ഉപാസകര്, അല്ലാത്തവരുടെ കാര്യം ഞാൻ പറയണില്ല, ഉപാസകരൊക്കെ അറ്റ്ലീസ്റ്റ് വിളക്ക് കത്തിച്ച് ആ ഒരു ദീപത്തെ തൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മജ്യോതിയെ ഒന്ന് ജ്വലിപ്പിച്ച് ആ വിളക്കിന്റെ മുമ്പിലിരുന്ന്, ഇല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് ഒരു ആസനത്തിലിരുന്ന് ലളിതാ സഹസ്രനാമം ജപിക്കണം. ഇതെല്ലാം തന്നെ ഈ സീക്രട്സ് ഓഫ് ലളിതാ സഹസ്രനാമത്തിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ വാഗ്ഭവ സ്വരൂപിണിയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാല്, ശരിക്കും പറഞ്ഞാല് ബാഹ്യ പൂജയും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. കാരണം വിളക്ക് കത്തിച്ച് വെക്കുക, ദേവിക്ക് ഒരു ചെറിയ നൈവേദ്യം വെക്കുക, പഞ്ചോപചാരം ചെയ്യുക. ഇതാണ് സാധാരണഗതിയിൽ ഒരു ശ്രീചക്രം വച്ചാൽ പോലുമുള്ള പഞ്ച ഉപചാര പൂജ. അപ്പൊ ഈ പഞ്ചഭൂത ക്രമം നോക്കിയാണ് നമ്മൾ പൂജ ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഈ പഞ്ചഭൂത ക്രമം എന്ന് ചോദിച്ചാല്, പഞ്ചതന്മാത്ര. ഈ പഞ്ചതന്മാത്രകളാണ് പഞ്ചേന്ദ്രിയങ്ങളുടെ അടിസ്ഥാനമായിട്ടിരിക്കുന്നത്. അപ്പോ നമ്മൾ ആകാശത്തെ പഞ്ചതന്മാത്രകളും പഞ്ചേന്ദ്രിയങ്ങളും. അപ്പൊ ആദ്യം ജ്ഞാനേന്ദ്രിയങ്ങള്, പിന്നെ കർമ്മേന്ദ്രിയങ്ങള് അല്ലെ. അപ്പൊ ആകാശം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ എന്തിനെയാ ഉപാസിക്കുന്നത്? ആകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ ശബ്ദത്തെയാണ് ഉപാസിക്കുന്നത്. ഈ ശബ്ദം എന്ന് പറയുമ്പോൾ എന്താ? ധ്യാനം, ജപം. അപ്പൊ ആകാശരൂപിയായിരിക്കുന്ന ലളിതാദേവിയെ എനിക്ക് അറിയണം. അമ്മ പഞ്ചഭൂതങ്ങളായിട്ടിരിക്കുക. അപ്പൊ എനിക്ക് ആകാശ സ്വരൂപമായിരിക്കണം അമ്മയെ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അമ്മയ്ക്ക് ധ്യാനം ചെയ്യുക, ജപം ചെയ്യുക, പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുക. അപ്പൊ പൂക്കൾ എന്ന് പറയുമ്പോൾ ആകാശത്തിന്റെ സ്വരൂപമാണ്. ആ പൂക്കളെ പറിച്ചിട്ട് നമ്മള് എന്താ പറയാ, ശബ്ദവുമായിട്ട് ചേർത്ത്, മന്ത്രവുമായിട്ട് ചേർത്ത് ചെയ്യുന്ന അർച്ചന. അപ്പൊ നമ്മള് ആകാശരൂപേണ ഇരിക്കുന്ന ലളിതാ ത്രിപുര സുന്ദരി തൃപ്യസ്തു, അമ്മയ്ക്ക് തൃപ്തിയാവാൻ, അമ്മയെ മനസ്സിലാക്കാൻ ഞാനിത് ചെയ്യുന്നു എന്നാണ് ഇത് പറയുന്നത്. അപ്പോ നമുക്ക് അറിയണമെങ്കിൽ ആകാശരൂപിയായിരിക്കുന്ന ലളിതാദേവിയെ ഞാൻ അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? ശബ്ദത്തിലൂടെ, ധ്യാനത്തിലൂടെ, ഈ പറയുന്ന പൂക്കളുടെ അർച്ചനയിലൂടെ. അപ്പൊ രണ്ടാമത്തെ തത്വം വായു തത്വമാണ്. വായു എന്ന് പറയുമ്പോൾ സ്പർശമാണ്. അപ്പൊ 2 തത്വങ്ങൾ ചേരുകയാണ് രണ്ടാമത്തതിൽ, ശബ്ദവും സ്പർശവും. അപ്പൊ നമ്മൾ പൂജ എന്ന് പറയുമ്പോൾ ഈ പൂക്കളെ അർച്ചിക്കുക എന്ന് പറയുന്നത് തന്നെ പൂവ് കൊണ്ടാണ്. അപ്പൊ പൂജ, ഉപാസന. നമ്മുടെ ഉപാസനയിൽ പൂജയ്ക്ക് വളരെ, ഈ ഒരു പഞ്ചോപചാര പൂജയ്ക്ക് ഇത്ര പ്രാധാന്യം വരാൻ കാരണം ഈ പഞ്ചഭൂതങ്ങളായിട്ടിരിക്കുന്നത് ലളിതാ പരമേശ്വരിയാണ്. അപ്പൊ ഈ ധ്യാനം, ജപം എന്ന് പറയുന്ന ആകാശരൂപിയായിരിക്കുന്ന ലളിതാദേവിയെ ഞാൻ എന്തുകൊണ്ട് അറിയണു? പൂക്കൾ കൊണ്ട്, വായുവിലൂടെ സ്പർശിച്ചുകൊണ്ട് അറിയുന്നു. അപ്പൊ എന്താ, നമ്മൾ പൂക്കൾ എടുത്തിട്ട് നമ്മുടെ വായുവിൽ ആകാശ സ്വരൂപിയായിരിക്കുന്ന പൂക്കളെ നമ്മുടെ മന്ത്രങ്ങളാകുന്നത് കൊണ്ട് ഹൃദയത്തിൽ തൊട്ട് അർച്ചിക്കുമ്പോൾ നമ്മളെ ശബ്ദവും സ്പർശവുമായി ദേവിയെ. ഇപ്പൊ 2 രൂപത്തിലിരിക്കുന്ന അമ്മയെ അറിഞ്ഞു. ഏതൊക്കെ? വായുരൂപിയായിരിക്കുന്ന അമ്മ, ശബ്ദരൂപത്തിലിരിക്കുന്ന അമ്മ. അപ്പൊ ഈ പൂജ, അർച്ചന, ഇതെല്ലാം ഇത് തന്നെയാണ്. ഇതിന്റെ ആ ഒരു മീനിങ്, പൂവ് കൊണ്ട് ചെയ്യുന്നതെല്ലാം പൂജ കൊണ്ടുള്ള ഉപാസന.
മൂന്നാമത്തെ തലം അഗ്നിയാണ്. അഗ്നിക്ക് രൂപമുണ്ട്. അപ്പൊ അഗ്നിഭൂതം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു ദീപം കത്തിക്കുമ്പോൾ തന്നെ അഗ്നിയാണ് നമ്മൾ അവിടെ ജ്വലിപ്പിക്കുന്നത്. ആദ്യം നമ്മൾ പൂജാമുറിയിലെ വിളക്ക് കത്തിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ വിളക്ക് കത്തിക്കുമ്പോൾ എന്താണ്, അഗ്നിയെ അവിടെ നമ്മൾ ആവാഹിച്ചു, അഗ്നിയെ കൊണ്ടുവന്നു കഴിഞ്ഞു. എന്താണിത് നമ്മുടെ ഉള്ളിൽ കാണിക്കുന്നത്? നമ്മുടെ ഉള്ളില് ആകാശം ഭൂതം, വായുഭൂതം ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല, ഇല്ലേ? അരൂപമായിട്ടിരിക്കണു. പക്ഷെ അഗ്നി വരുമ്പോ നമുക്കൊരു രൂപം ഉണ്ടാവുകയാണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചിതഗ്നി, വെളിയിൽ കത്തിക്കുന്ന വിളക്ക് നമ്മുടെ ഉള്ളിലിരിക്കുന്ന അഗ്നിയുടെ രൂപമാണ്. അപ്പൊ അഗ്നി എന്ന് പറയുമ്പോൾ രൂപമാണ്. അഗ്നിഭൂതമായിരിക്കുന്ന പരാശക്തിയെ അറിയാനാണ് നമ്മൾ വിളക്ക് കത്തിക്കുന്നത്. അപ്പൊ അഗ്നിയിൽ നമുക്ക് എന്താ, വെളിയിൽ ഹോമം ചെയ്യാം, നമുക്ക് സ്വാഹ വെച്ചിട്ട് ഹോമം ചെയ്യാം. അഗ്നിയെ അങ്ങനെ അറിയാൻ പറ്റും. നമ്മുടെ കർമ്മങ്ങളൊക്കെ അവിടെ ഹോമിക്കാം. പലതരത്തിലുള്ള ഹോമമുണ്ട്. മൃത്യുഞ്ജയ ഹോമമുണ്ട്, ഗണപതി ഹോമമുണ്ട്, നാരായണ ഹോമമുണ്ട്. എല്ലാം എന്താ, ബാഹ്യ ബലികളാണ്, ബാഹ്യത്തിൽ നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ ഒരു വിളക്ക് കത്തിച്ച് വെക്കുമ്പോൾ അത് നമ്മുടെ അഗ്നിയുടെ സ്വരൂപമായിട്ട് നമ്മൾ കത്തിക്കുന്നതാണ്. നാലാമതായിരിക്കുന്ന ജലം. ജലം എന്ന് പറഞ്ഞാൽ തർപ്പണം കൊടുക്കുക. സാധാരണ തർപ്പണം നമ്മൾ പിതൃക്കൾക്കാണ് കൊടുക്കുന്നത്. പിതൃ തർപ്പണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എല്ലാ പിതൃക്കളും ജലരൂപത്തിലായിരിക്കുന്നത്. അവർക്ക് തർപ്പണം കൊടുക്കാറുണ്ട്. ഏത് സ്വധാ മന്ത്രത്തിലൂടെ. അപ്പൊ ദേവന്മാർക്ക് ജലതർപ്പണം ചെയ്ത് ജലസ്വരൂപിയായിരിക്കുന്ന എല്ലാ ദേവന്മാർക്കും നമ്മൾ ജലം കൊടുത്ത് തർപ്പിക്കാറുണ്ട്, ഇല്ലേ? ലളിതാ ത്രിപുര സുന്ദരിക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആചമനീയം കൊടുക്കുന്നുണ്ട്, അർഘ്യം കൊടുക്കുന്നുണ്ട്, പാദ്യം കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ജലത്തിലാണ് കൊടുക്കുന്നത്. അപ്പൊ ജലം എന്ന് പറയുമ്പോൾ ഈ ജലത്തെ നമ്മള് സ്വരൂപിയായിരിക്കുന്ന ലളിതാ ത്രിപുര സുന്ദരിയെ ആരാധിക്കുന്നു. ഇതാണ് ജലത്തിന്റെ ഇമ്പോർട്ടൻസ്. പിന്നെ ഭൂമി. ആ ഭൂമി എന്ന് പറയുമ്പോൾ അന്നനിവേദ്യം നമ്മള് പ്രസാദം വെച്ച് കൊടുക്കുന്നതിനാണ് അന്നം. അപ്പൊ ആ ഒരു തത്വമായിരിക്കുന്ന ലളിതാ പരമേശ്വരി ആരാധിക്കുന്നു. ഇതാണ് ശരിക്കും പറഞ്ഞ പഞ്ച ഉപചാര പൂജ. മിനിമം ലളിതാ ഉപാസകരെല്ലാം തന്നെ ചെയ്യേണ്ടുന്ന ഒരു പൂജയാണ് ഈ പഞ്ചോപചാര പൂജ എന്ന് പറയുന്നത്. ഇവയിലൂടെ തന്നെ എല്ലാം നമ്മൾ ഇതൊരു സാധാരണ പൂജയായിട്ട് വിചാരിക്കരുത്. കാരണം ലളിതാ പരമേശ്വരിയെ നമ്മൾ അറിയുന്നത് 36 തത്വങ്ങളിലൂടെയാണ്, അല്ലെ? അപ്പൊ അതിൽ ഏറ്റവും പ്രധാനമായിട്ടിരിക്കുന്ന തത്വം എന്താണ്? ഈ പഞ്ചതത്വങ്ങള്. ഈ പ്രപഞ്ചവും ഞാനും ഉണ്ടായിരിക്കുന്നത് ഇതിനാണ് പഞ്ചതത്വം. പഞ്ചതത്വത്തിന്റെ പിന്നിലിരിക്കുന്ന ആ തത്വം എന്താണെന്ന് വെച്ചാൽ പഞ്ചതന്മാത്രകള്, പഞ്ചഭൂതങ്ങള്. അപ്പൊ ഈ 5 ഭൂതങ്ങളെ അറിയാൻ വേണ്ടിയിട്ടാണ് അതിന് നമ്മുടെ ശരീരത്തെ, ഈ കാണുന്ന സ്ഥൂല ശരീരത്തെ ശുദ്ധമാക്കാനാണ് ആദ്യം പഞ്ചോപചാര പൂജ ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ പറയുന്ന പൂജയ്ക്ക് അധികാരിയാവുന്നത്. പഞ്ചഭൂത ശുദ്ധി വരുത്തുക. അപ്പൊ ഈ ജപത്തിലൂടെ അതായത് നമ്മൾ ഇവയിലൂടെ നമ്മൾ ലളിതാ പരമേശ്വരിയെ പഞ്ചതത്വങ്ങളിലൂടെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ദേവി ആരാണ്? തത്വമയി, തത്വമർത്ഥസ്വരൂപിണി. അപ്പൊ അമ്മയെ നമ്മൾ തത്വങ്ങളായിട്ട് ആദ്യം അറിയണം. തത്വത്തെ അതിക്രമിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു സൂക്ഷ്മ ശരീരമായിരിക്കുന്ന അമ്മയെ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പഞ്ചോപചാര പൂജ എന്ന് പറയുമ്പോൾ നമ്മളെ പഞ്ചതത്വങ്ങളിലൂടെ ഈ പരമമായിട്ടിരിക്കുന്ന സത്യത്തിലേക്ക് പോവുകയാണ്. കാരണം ഈ പഞ്ചതത്വത്തെ അതിക്രമിച്ചാൽ മാത്രമേ ഭൂമി ജലത്തിലും, ജലം അഗ്നിയിലും, അഗ്നി വായുവിലും, വായു ആകാശത്തിലും. ഇതാണ് പഞ്ചീകരണം. ഇങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടാകുന്നത്. ഈ പ്രപഞ്ചം ഉണ്ടാകുന്ന പോലെ തന്നെയാണ് നമ്മുടെ ശരീരം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ ശരീരത്തെ അതിക്രമിക്കണമെങ്കിൽ ഈ 5 തത്വങ്ങളെ അറിയണം. ഈ 5 തത്വങ്ങളെ നമ്മൾ അതിക്രമിക്കണം. ഈ ലളിതാ സഹസ്രനാമം നമുക്ക് ഗോപ്യമായിട്ട് പറഞ്ഞു തരുന്ന ഒരു രഹസ്യമാണിത്. കാരണം ഈ ലളിതാ സഹസ്രനാമം വെച്ച് നമ്മൾ ഒരു അർച്ചന ചെയ്യുമ്പോൾ പഞ്ചതത്വങ്ങളെയാണ് നമ്മൾ പൂജിക്കുന്നത്. ഈ പഞ്ചതത്വമായിരിക്കുന്ന ലളിതാ പരമേശ്വരിയെ പൂജിച്ചാല് പ്രപഞ്ചത്തെ പൂജിച്ചതിനും എന്റെ ശരീരത്തെ അതിക്രമിച്ചതിനും തുല്യമാണ്. ഇത് പലരും അറിയില്ല. കാരണം നമ്മൾ സാധാരണഗതിയിൽ ഒരു വെള്ളം വെച്ചു, പൂവിട്ടു, അങ്ങനെ മനസ്സിലാക്കുള്ളൂ. ഇത് അങ്ങനെയല്ല. കാരണം എന്താ? ഒരു ശ്രീവിദ്യ ഉപാസകൻ ദേവിയെ തത്വമായിട്ട് അറിയണം. പിന്നെ ദേവിയുടെ 36 തത്വം നമ്മൾ സാധാരണ ശ്രീചക്രമുള്ളവർ ചെയ്യുന്നത് ആത്മതത്വം, വിദ്യാതത്വം, ശിവതത്വം. അപ്പൊ ആത്മതത്വം, വിദ്യാതത്വം, ശിവതത്വം എന്ന് പറയുന്ന 5, 16, 20, 21 അങ്ങനെ 36 തത്വങ്ങളെ നമ്മൾ അതിക്രമിക്കുകയാണ്. കാരണം നമ്മൾ ആചമനം ചെയ്യുമ്പോൾ ആത്മതത്വം, വിദ്യാതത്വം, ശിവതത്വം ഈ 3 തത്വങ്ങളിലായിട്ട് 36 തത്വങ്ങളെ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. 36 തത്വശുദ്ധിയാണ് നമുക്ക് വരുന്നത്. അപ്പൊ ആദ്യം സാധാരണ മിനിമം മന്ത്രം ജപിക്കുന്നവർക്കും ഈ പഞ്ചഭൂത ശുദ്ധി ഉണ്ടായിരിക്കണം. ഈ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്ന ഈ ഒരു തത്വമയായിട്ടിരിക്കുന്ന ദേവിയുടെ ഈ കാശ്മീർ ശൈവിസത്തിലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് തത്വങ്ങൾ. കാരണം തത്വത്തെ അറിയാതെ
തത്വമയിയെ അറിയാൻ പറ്റില്ല, തത്വമായിരിക്കുന്ന അമ്മയെ അറിയാൻ പറ്റില്ല. കാരണം അതിനെ നമ്മൾ പൂജിക്കണം, അതിന് ശുദ്ധി വരുത്തണം. അപ്പൊ ഈ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് പ്രധാനം എന്താ? സഹസ്രനാമം കൊണ്ട് ജപം ചെയ്യണം, പൂജ ചെയ്യണം, അർച്ചന ചെയ്യണം, തർപ്പണം, ഹോമം. ഇതിലൂടെ പ്രകൃതിയായിരിക്കുന്ന ലളിതാ പരമേശ്വരി സന്തോഷിക്കും. കാരണം എന്താ? അമ്മയെ ഈ രൂപത്തിൽ അറിഞ്ഞാണ് എൻ്റെ ഉപാസകൻ പൂജിക്കുന്നു. അമ്മയ്ക്ക് അതിൽ സന്തോഷമല്ലേ? കാരണം പഞ്ചഭൂത സ്വരൂപിയായിരിക്കുന്ന ലളിതാ പരമേശ്വരി നമുക്ക് തൃപ്തിയായിട്ട് അനുഗ്രഹം തരും. അപ്പൊ നമുക്ക് പ്രകൃതിക്കെതിരെയല്ലേ ഇന്ന് നമ്മളെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം അമ്മ എപ്പോഴാണോ പ്രകൃതിയായിരിക്കുന്നത്, ഈ പഞ്ചീകൃതമായിരിക്കുന്ന പഞ്ചഭൂതത്തിലൂടെ പ്രകൃതിയായിരിക്കുന്ന അമ്മയെ നമ്മൾ അറിയുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഞാനും പ്രകൃതിയും തമ്മിലുള്ള ഒരു വ്യക്തിബന്ധമാണ് അവിടെ അറിയുന്നത്. കാരണം നമുക്ക് ഇതുവരെ അറിയില്ല, പ്രകൃതി വേറെ നമ്മൾ വേറെ, അങ്ങനെയാ ധരിച്ചിരിക്കുന്നത്. സാധാരണ ഒരു ഉപാസകൻ അല്ലാത്തവർക്ക് പ്രകൃതി ഞാനും സെപ്പറേറ്റ് ആയിട്ടല്ലേ തോന്നുള്ളൂ. പക്ഷെ ഇത് അങ്ങനെയല്ല. ഒരു ഉപാസകൻ പ്രകൃതിയായിരിക്കുന്ന അമ്മയെ അറിയുമ്പോൾ അതിൽ അമ്മയ്ക്കുള്ള ഒരു സന്തോഷമുണ്ട്. അത് അപ്പൊ നമ്മൾ പ്രകൃതിക്കെതിരെ തിരിയില്ല. നമ്മൾ പ്രകൃതിക്കെതിരെ എപ്പോഴാണ് തിരിയുന്നത്? കാരണം അത് നമ്മുടേതല്ല എന്ന് വിചാരിക്കുമ്പോൾ, ഇത് നമ്മുടെ തന്നെ തത്വങ്ങളാണെന്ന് അറിയുമ്പോൾ നമ്മൾ അതിനെ പൂജിക്കാൻ തുടങ്ങും. ജലത്തിനെ പൂജിക്കുന്നു, അഗ്നിയെ പൂജിക്കുന്നു, വായുവിനെ പൂജിക്കുന്നു, ആകാശത്തെ പൂജിക്കുന്നു. അപ്പൊ അവര് നമുക്ക് നമ്മുടെ കർമ്മങ്ങളില് ശുദ്ധത ഉണ്ടാക്കുന്ന മാത്രമല്ല, അവരുടെ ശാപം കിട്ടില്ല. എപ്പോഴും ഏത് പഞ്ചഭൂതത്തിനെ നമ്മൾ മിസ്യൂസ് ചെയ്യുമ്പോഴും അതിൻ്റെതായിട്ടുള്ള ഒരു ശാപം. ജലത്തിനെ മിസ്യൂസ് ചെയ്യുന്നവര് ജലസമാധിയാവുന്ന കേട്ടിട്ടുണ്ട്. അഗ്നിയെ മിസ്യൂസ് ചെയ്യാൻ പാടില്ല, അഗ്നിയിൽ വെന്ത് മരിക്കാന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ എന്തുമാത്രം ശാപമാണ്, ചിന്തിച്ചു നോക്കൂ. അപ്പൊ ഇതെല്ലാം പഞ്ചഭൂതമായിട്ട് ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ പഞ്ചഭൂതങ്ങൾ എപ്പോഴും അനുകൂലമായിട്ട് നിൽക്കും. അവരെ അനുഗ്രഹിക്കുകയുള്ളൂ. കാരണം ഈ പഞ്ചഭൂതങ്ങളും ദേവന്മാരാണ്. ഇന്ദ്രനാണ്, വരുണനാണ്, അഗ്നിദേവനാണ്, ഇതെല്ലാം ദേവന്മാരാണ്. അപ്പൊ ഈ ദേവന്മാരുടെ അനുഗ്രഹത്തോടു കൂടി മാത്രമേ പ്രപഞ്ചത്തിൽ ഒരു വ്യക്തിക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ട ഒരു മനുഷ്യൻ ശാസ്ത്രത്തിന് അതീതമായിട്ടുള്ള ഒരു സത്യത്തെ അറിയാതെ, നമ്മൾ എന്ന് പറയുന്ന ലളിതയെ അറിയാതെ ഇന്ന് പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ടാണ് അമ്മ ഇടയ്ക്കിടയ്ക്ക് താണ്ഡവ നൃത്തം തുടങ്ങുന്നത്. നമുക്കറിയാം, വർഷം 1 കഴിഞ്ഞു, ഇന്നും കൊറോണ എന്ന് പറയുന്ന മഹാവ്യാധി ഇതുവരെ തീർന്നിട്ടില്ല. പല രീതിയിൽ വന്നുകൊണ്ടേയിരിക്കണം. പ്രകൃതിയിൽ പല നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ ഈ പ്രകൃതി എന്ന് പറയുന്ന ആ ഒരു പഞ്ചീകൃതമായിരിക്കുന്ന പ്രപഞ്ചത്തെ നമ്മൾ അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള. കാരണം പണ്ട് ഒരു മരം മുറിക്കണമെങ്കിൽ മരത്തിന്റെ അനുവാദം ചോദിക്കും, ആ മണ്ണില് പുതിയ മണ്ണിടും. ഈ പറഞ്ഞ പോലെ ആ ഒരു ദേവിയുടെ അനുഗ്രഹം ചോദിച്ചതിന് ശേഷം മാത്രമേ ആ മരം നമ്മൾ പല കഷ്ണങ്ങളാക്കാറുള്ളൂ. അങ്ങനെ എല്ലാം അതുപോലെ ശുദ്ധം. ഒരു കിണർ വെട്ടുമ്പോൾ ആ ജലത്തിനെ ശുദ്ധീകരിക്കാനായിട്ട് തീർത്ഥം കൊണ്ട് തളിക്കാറുണ്ടായിരുന്നു. കിണറിന് സ്ഥാനം കാണും വീട്ടിലെ, കാരണം ജലം എന്ന് പറയുന്ന പ്രാണനാണ്. അതുപോലെ എല്ലാം പണ്ട് കാലത്ത് ചെയ്തിരുന്നു. ഇന്ന് പഞ്ചഭൂതങ്ങളുടെ പുണ്യമെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രപഞ്ചം എന്നത് എന്താണ്? ഒരു അപൂർവമായിരിക്കുന്ന ഒരു പ്രപഞ്ചം. നമ്മൾ ഈ പ്രപഞ്ചത്തിലിരിക്കുന്ന ഔഷധങ്ങളാണ് നമ്മൾ അസുഖങ്ങൾ വരുമ്പോൾ സേവിക്കുന്നത്. ഇന്ന് മനുഷ്യനിർമ്മിതമായിരിക്കുന്ന ആന്റിബയോട്ടിക്സും അതും ഇതും ഓരോ ഫാക്ടറികളിൽ ഉണ്ടാക്കുന്ന മരുന്നാ തിന്നുന്നത്. പണ്ട് ആയുർവേദം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ശരീരത്തിന് വരുന്ന രോഗങ്ങള് ഈ പറയുന്ന ഔഷധി ചെടികളിലൂടെ വരുന്ന ചെടികളെ പറിച്ച് കഷായമിടുക, എണ്ണ. ഇന്നും അതിന് പ്രാധാന്യമുണ്ട് നല്ലതായിട്ട് ചെയ്യുമ്പോൾ, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ഔഷധികളെല്ലാം നശിച്ചു പോയി. ഇന്ന് മനുഷ്യൻ ഇന്ന് ആ ഒരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള വിഷവസ്തുക്കൾ കൊണ്ട് അവയൊക്കെ എന്താ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന. ഔഷധങ്ങളുടെ എല്ലാം വീര്യം ഇല്ലാതാവുകയാണ്. കാരണം മാൻ മെയ്ഡ് എന്താ പറയാ, ആ ഒരു മെനിവർ, ആ വളങ്ങളെല്ലാം തന്നെ മനുഷ്യനിർമ്മിതം. ഇന്ന് അങ്ങനെ എല്ലാം ഫാക്ടറിയിൽ ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ ജീവികളെ നശിപ്പിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയാ പറയുന്നത്. എന്തായാലും ശരി, ഇന്ന് ഈ പ്രകൃതിയെ നശിപ്പിച്ചതുകൊണ്ട് മനുഷ്യൻ ഏറ്റുവാങ്ങുന്ന രോഗങ്ങള് ക്യാൻസർ പോലെയുള്ള മഹാവ്യാധികളാണ്. ആ മഹാരോഗങ്ങൾക്ക് കാരണം അത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പൃഥ്വിയുടെ പുണ്യമില്ല ഇന്ന്, ജലത്തിന്റെ പുണ്യമില്ല, അഗ്നിയുടെ പുണ്യമില്ല, വായു പുണ്യമില്ല, ആകാശ പുണ്യമില്ല. എന്താ ആകാശത്തിന് പുണ്യം എന്ന് പറയുന്നത്? ആകാശം എന്ന് പറയുന്നത് ഒരു ഓസോൺ പാളികള്. ആ ഓസോണാണ് ഇന്ന് മനുഷ്യത്തിന്റെ ജീവനെ ഇവിടെ. ഇന്ന് ആൽവൃക്ഷത്തിന്റെ താഴെ ഒരു ക്ഷേത്രത്തിന്റെ വെളിയിലിരിക്കുന്ന നട്ടുവെച്ചിട്ടുള്ള ആൽവൃക്ഷം, പണ്ട് നമുക്കറിയാം എല്ലാ ക്ഷേത്രങ്ങളും ആൽവൃക്ഷങ്ങള്, അത് നദികളൊക്കെ അതിന്റെ ചുറ്റും കാണും, ചെറിയ തടാകങ്ങളൊക്കെ കാണും. ഇന്ന് അതൊന്നും ഇല്ല. ഈ ഓസോൺ പാളികളെ നിയന്ത്രിക്കുന്നതിന് വലിയൊരു പങ്ക്, ഓക്സിജൻ കൊടുക്കുന്നതിൽ വലിയൊരു പങ്കുണ്ട്. ഇന്ന് ഓസോൺ പാളികളിലൊക്കെ സുഷിരങ്ങൾ വീണു തുടങ്ങി എന്ന് പറയുന്നു. കാരണം സുഷിരങ്ങൾ വീഴാൻ എന്താ? ഇവിടുത്തെ വിഷവാതകങ്ങൾ മുകളിലോട്ട് പോയത് കൊണ്ട്.
പണ്ടെന്താ ഭൂമിയിൽ മന്ത്രോച്ചാരണങ്ങള്, ഹോമങ്ങള്, പാരായണങ്ങള്, അപ്പൊ അങ്ങനെയുള്ള നല്ല പുണ്യകർമ്മങ്ങൾ ഭൂമിയിൽ ചെയ്തിരുന്നു. ആ പുണ്യകർമ്മങ്ങളുടെ ഫലമായിട്ട് ആ ഹോമങ്ങളിലെ പുകയൊക്കെ ആകാശത്ത് ചെന്ന് നല്ല ഔഷധികളാവുന്ന നല്ല മഴത്തുള്ളികളിലൂടെ ആ ഒരു പുണ്യമെല്ലാം ഭൂമിയിൽ പതിച്ച് നല്ല വൃക്ഷങ്ങള്, നമുക്ക് സസ്യലതാദികളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നു. ഇന്ന് അതില്ല. കാരണം ഇപ്പൊ മന്ത്രജപങ്ങളില്ല, ഹോമങ്ങളില്ല. എല്ലാവരുടെ വീട്ടിൽ നിന്നും വൈകുന്നേരം 6:30 മണിക്ക് TV വെച്ച് അതിൽ നിന്നുള്ള ശരിക്കും സൗണ്ട് പൊല്യൂഷൻ എന്ന് പറയില്ലേ, ശാപവാക്കുകൾ, മറ്റുള്ളവരെ നശിപ്പിക്കുന്നത്, നെഗറ്റീവായിട്ടുള്ള തോട്ട്സുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന, പണം ഉണ്ടാക്കാനുള്ള കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ള കുറെ ശബ്ദ കോലാഹലങ്ങൾ മാത്രമാണ് ഇന്ന് ആകാശത്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് മഴയായിട്ട് പതിക്കുമ്പോൾ ഭൂമിയിൽ എന്ത് സംഭവിക്കും നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. എല്ലാത്തിനും പ്രതിപ്രവർത്തനങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ശുദ്ധമാവാനായിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നില്ല. അപ്പൊ വായു എന്ന് പറയുന്നത് അശുദ്ധമായിരിക്കുന്ന വായുവാണ്. കാരണം ഇന്ന് പശുവിന്റെയും പന്നിയുടെയും നെയ്യൊക്കെ ചേർത്ത ഒരു മിശ്രിതം, വിളക്കെണ്ണ എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന എണ്ണ വെച്ചിട്ടാണ് വിളക്ക് കത്തിക്കുന്ന പലരും. നമ്മൾ നെയ്യ് ഒഴിക്കുന്നുണ്ടായിരിക്കാം. എത്ര പേർക്ക് നെയ്യ് മേടിക്കാൻ പറ്റും? എത്ര പേർക്ക് നല്ല എണ്ണ, വളരെ എള്ളെണ്ണ പരിശുദ്ധമാണ്. ഇന്ന് ശുദ്ധമായിട്ടുള്ള എണ്ണ കിട്ടാറില്ല. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ അഗ്നി എന്ന് പറയുന്ന ടാർ പോലെയുള്ള സാമഗ്രികളാണ് അഗ്നിയെ അശുദ്ധമാക്കുന്നത്. വായു അശുദ്ധമാണ്. യാഗഹോമങ്ങളിൽ കാണുന്ന മന്ത്രപൂരിതമായിട്ടുള്ള അഗ്നി ഇന്നില്ല. ഇപ്പൊ ജലത്തിനെ കുറിച്ച് പിന്നെ പറയേ വേണ്ട. ജലം എന്ന അടിസ്ഥാന തത്വമാണ് ഏറ്റവും കൂടുതൽ അശുദ്ധമായിരിക്കുന്നത്, മലിനമാക്കിയിരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങള് എല്ലാം. ഇന്ന് ഗംഗാജലം പോലും അശുദ്ധമാണെന്ന് പറയുന്നു. കാരണം എന്താ? ഗംഗാജലം പോലും പൊല്യൂട്ടഡ് ആണ്. പലതും കൊണ്ട് അതിനകത്ത് അഴുക്ക് മാലിന്യങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്നു. നിത്യശുദ്ധമാണ് ഗംഗാദേവി. പക്ഷെ അവിടെ നിന്ന് മൃതശരീരങ്ങളെ ഒഴുക്കി വിടുക, ഇങ്ങനെയുള്ളത് കൊണ്ട് ആ ജലവും അപവിത്രമാണ്. ഇന്ന് നമുക്ക് കുറച്ച് ജലമെടുത്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ശുദ്ധീകരണങ്ങൾ ചെയ്യാനേ പറ്റുന്നുള്ളൂ. കാരണം ടോട്ടാലിറ്റിയിൽ നോക്കുമ്പോൾ എല്ലാം വിഷങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ മന്ത്രങ്ങൾ കൊണ്ട് ജലത്തെ എന്ത് ചെയ്യണം? മന്ത്രം കൊണ്ട് ശുദ്ധീകരിക്കണം, അല്ലെ? മന്ത്രത്തെ ശുദ്ധമാക്കുന്ന ജലം. ഗംഗേ ചൈവ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേ അസ്മിൻ സന്നിധം കുരു. ഈ 7 സപ്തസാഗരങ്ങളിലെ ജലമാണ് ഞാൻ ഇവിടെ കിണ്ടിയിൽ വെച്ചിരിക്കുന്നത്. അത് ശുദ്ധമാണ്, പവിത്രമാണ്. ഒരു തുളസിയില, ആ തുളസിയില ഇട്ട് കഴിയുമ്പോ എന്താ? ആ തുളസി എന്ന് പറയുന്ന ശുദ്ധമായിരിക്കുന്ന ഒരു പവിത്രോവ സർവാവസ്ഥ പിവ യസ് മരേത് പുണ്ടരീകാക്ഷം. അപ്പൊ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഒരു തുളസി ഇല ഇടുന്ന ജലം ശുദ്ധമാണ്. എല്ലാം നമ്മൾ ഭാവിക്കുന്ന പോലെ ഇരിക്കും. ഏത് ജലമാണെങ്കിലും ശുദ്ധമാക്കി നമുക്ക് നമ്മുടെ പഞ്ചഭൂതങ്ങളെ ശുദ്ധമാക്കാനേ പറ്റുള്ളൂ. ആ ഒരു ബാഹ്യ ആഭ്യന്തര ശുചി, ആ ശുചി വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പഞ്ചഭൂതങ്ങളെ ശുദ്ധമാക്കണം. അതാണ് ലളിതാ സഹസ്രനാമം നമ്മളെ പഠിപ്പിക്കുന്ന പഞ്ചതത്വ ശുദ്ധീകരണം. അപ്പൊ ഋഷിമുനിമാര് തപസ്സനുഷ്ഠിച്ചിരുന്ന നദീതടങ്ങളെല്ലാം പണ്ട് തീർത്ഥസ്ഥാനങ്ങളായിരുന്നു, അല്ലെ? ഇന്നിപ്പോ ഒരു കാലം ഋഷിമുനിമാരെ കാണാനില്ല. അവരുടെ പാരമ്പര്യത്തെ നിരാകരിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് വെസ്റ്റേൺ കൾച്ചറിനെ തേടി പോവുകയാണ്. ഇന്ന് നമുക്ക് അതൊക്കെ പറഞ്ഞ ഇന്നത്തെ കുട്ടികൾക്ക് അതൊക്കെ വലിയ പുച്ഛമാണ്. അതുകൊണ്ട് ഇന്ന് പഞ്ചഭൂത ശുദ്ധി നഷ്ടപ്പെട്ട് നമ്മളെ ഹോസ്പിറ്റലിൽ ആന്റിബയോട്ടിക്സും കഴിച്ച് എന്താ പറയുക, വെന്റിലേറ്ററിൽ കിടന്ന് നമ്മുടെ ജീവിതം നമ്മൾ നരക യാതന അനുഭവിച്ചാണ് ഇന്നത്തെ പലരും. ഇന്ന് ഓരോ ദിവസവും ക്യാൻസറും മറ്റു രോഗങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ്? പ്രപഞ്ചം എന്ന് പറയുന്ന ആ പഞ്ചീകൃതമായിരിക്കുന്ന നമ്മുടെ ശരീരം പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ പഞ്ചഭൂത സ്വരൂപിണിയായിരിക്കുന്ന പരാശക്തിയെ നമ്മളെ ശരീരത്തിൽ കാണണം. ഇന്ന് പഞ്ചഭൂത ശുദ്ധി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് നമുക്ക് പരിതപിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കണം. ജനിച്ചാൽ മരിക്കണവരെ ഇവിടെ ജീവിക്കണ്ടേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ പരാശക്തിയെ ഉപചാരങ്ങൾ കൊടുത്ത് സന്തോഷിപ്പിക്കണം. അതിനാണ് പഞ്ചോപചാരം എന്ന് പറയുന്നത്. ബാഹ്യപൂജകളിൽ ആരാധിക്കണം, പഞ്ചശുദ്ധി നേടണം നമ്മള്. അപ്പൊ ഇതിന്റെയൊക്കെ തത്വം അറിഞ്ഞ് പൂജിക്കണം. ഈ 36 തത്വങ്ങളിലൂടെ ശുദ്ധീകരണം നടത്തണം. ദേവി ഉപാസന എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാല് ഒരു സമഗ്രമായിരിക്കുന്ന പ്രകൃതി ഉപാസനയാണ്. ആ നമ്മളും പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തെ നമ്മൾ ഊട്ടി ഉറപ്പിക്കുക ചെയ്യുന്നത്. അപ്പൊ മനുഷ്യന്റെ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളുടെ ശുദ്ധിയാണ് ഇതുകൊണ്ട് നമുക്ക് ലക്ഷ്യമാക്കേണ്ടത്. കാരണം സ്ഥൂല ശരീരം ശുദ്ധമാവാതെ സൂക്ഷ്മ ശരീരം എങ്ങനെയാ ശുദ്ധമായിരിക്കുക? കാരണം നമ്മള് അന്ധകരണങ്ങളും ബാഹ്യ ശരീരം കൊണ്ട് സദാ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. ആർക്കും ഇപ്പൊ ഒരാളൊന്നും ചെയ്യുന്നില്ല, ഒരു കസേരയിൽ ഇരിക്കുന്നു എന്ന് പറയും. അപ്പൊ ശരീരം കർമ്മം ചെയ്യുന്നില്ല, പക്ഷെ അതിനകത്ത് ഈ പറയുന്ന മനസ്സ് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക.
മനസ്സ് ചിന്തകൾ കടന്നു പോകുന്നു, ചിന്തകൾ നല്ല നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് തോട്ട് കടന്നു പോകുന്നു, അതിന്റെ ഫലങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ കർമ്മം ചെയ്യാതിരിക്കണേ എന്ത് ചെയ്യണം? ഒന്ന് വെജിറ്റബിൾ ആയിട്ടിരിക്കണേ, ഇല്ലേ മരണം, അത് കഴിഞ്ഞ് കർമ്മം ഇല്ലാതിരിക്കും. അത് മനുഷ്യൻ എവിടെ ഒരു സ്ഥലത്ത് കിടന്നാൽ പോലും കർമ്മങ്ങൾ അനുസ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ കർമ്മങ്ങളുടെ സദ്ഫലങ്ങൾ കിട്ടണമെങ്കിൽ ഈ ദേവി ഉപാസന എന്ന് പറയുന്നതിന്റെ തത്വങ്ങൾ മനസ്സിലാക്കി ചെയ്യണം. അപ്പൊ നമ്മള് ഈ സൂക്ഷ്മരൂപിണിയായിരിക്കണ, മന്ത്രസ്വരൂപിണിയായിരിക്കണ സൂക്ഷ്മത്തിലെ ദേവിയാണ് നമുക്ക് ഉണർത്തേണ്ടത്, അല്ലെ? നമുക്കൊരു അനുഭവം കിട്ടണം, ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു കുണ്ടലിനി ഉപാസന എന്ന് പറയുന്ന ശിവശക്തി ഐക്യം നമ്മുടെ ശരീരത്തിൽ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പഞ്ചോപചാരം ചെയ്യുമ്പോൾ ഈ തത്വങ്ങളെ അറിയണം. അർച്ചന എന്നാൽ പുഷ്പത്തെ ചൂണ്ടുവിരൽ മാറ്റിപ്പിടിച്ച് ഹൃദയസ്ഥാനത്ത് ചൈതന്യത്തെ സ്പർശിച്ച് അകത്തും പുറത്തും ഇരിക്കുന്ന ചൈതന്യം ഒന്നാണെന്ന് ഭാവിച്ച് പുഷ്പം മലർത്തിയിടണം. എന്താ മലർത്തിയിടാൻ കാരണം? ആ ആകാശത്തെ, നമ്മൾ ആകാശം എന്ന് പറയുന്ന തത്വം, ആകാശം സ്പേസ് അല്ല, ശരിക്കും പറഞ്ഞ ആകാശം സ്കൈ അല്ല, സ്പേസ് ആണ്. ആ സ്പേസിലാണ് നമ്മൾ, അവിടെ നിന്നാണ് ഈ പ്രപഞ്ചത്തിന്റെ തുടക്കം. ആകാശം എന്ന് പറയുന്നത് നിന്നാണ് എല്ലാ പഞ്ചഭൂതങ്ങളും വന്നിരിക്കുന്നത്. തുടക്കത്തില് ആ പരബ്രഹ്മ പരമേശ്വരൻ, ആ പരമേശ്വരനിൽ നിന്ന് അവ്യക്തം, അവ്യക്തത്തിൽ നിന്ന് ബിന്ദു, നാദം, അവിടെ നിന്ന് ആദ്യത്തെ തത്വം വരുന്നത് ആകാശം. ആകാശത്തെ നോക്കിയിടാൻ ഒരു പൂവിനെ മലർത്തിയിടുക എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ സമർപ്പിക്കുക. എന്റെ ലക്ഷ്യം ഈ ആകാശത്തെ അറിയുക, ഞാൻ വന്ന സ്ഥലത്തെ എനിക്ക് അറിയണം എന്ന് പറഞ്ഞ് ആ ആകാശ സ്വരൂപിയായിരിക്കുന്ന പുഷ്പത്തെ എന്ത് ചെയ്യണം? ആ ദേവിയുടെ പാദങ്ങളിലെ വിളക്കിന്റെ താഴെയോ പടത്തിന്റെ താഴെയോ അല്ലെങ്കിൽ ശ്രീചക്രത്തിലോ സമർപ്പിക്കുക. ഏതൊക്കെ വിരലുകൊണ്ട്? കാരണം നമ്മുടെ ശരീരത്തിലാണ് ഈ 30 മുക്കോടി ദേവന്മാരും ഇരിക്കുന്നത്. അപ്പോ ആ ഒരു ഹൃദയഭാഗത്ത് സ്പർശിച്ച്, അർച്ചന എന്ന് പറഞ്ഞാൽ എന്താ? പൂക്കളെ അർച്ചിക്കുക. അപ്പൊ ചൂണ്ടുവിരൽ എന്ന് പറയുന്ന മാറ്റിപ്പിടിച്ചിട്ട് മറ്റ് 4 വിരലുകളും കൊണ്ടാണ് ഇടേണ്ടത്. അപ്പൊ നമുക്ക് പുഷ്പം മലർത്തിയിടും, ഹോമമാണെങ്കിൽ തിരിച്ചാണ്. കാരണം എന്താ? ഹോമം സമർപ്പിക്കുക ചെയ്യുന്നത്. ഹോമത്തിൽ ഇടുന്ന സമിത്തുക്കളെല്ലാം തന്നെ നമ്മൾ അകത്തുനിന്ന് കൊണ്ടുവന്ന് നമ്മളെ സമർപ്പിക്കുക. അവിടെ പുഷ്പം തിരിച്ചാണ്, ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ മലർത്തിയിടുന്നു. ഹോമത്തിന്റെ അർത്ഥം നമ്മുടെ ദുർവാസനകള്, നമ്മുടെ ഇരിക്കുന്ന നെഗറ്റീവ് ക്വാളിറ്റീസ് ഒക്കെ ഹോമിക്കുക, അഗ്നിയിൽ ഇടുക എന്നുള്ളതാണ് സങ്കല്പം. എന്നാൽ പുഷ്പം എന്ന് പറഞ്ഞാൽ എന്താ? ആ പുഷ്പാർച്ചന എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെന്റ് ആണ്. നമ്മുടെ മൂലാധാരം എന്ന് പറയുന്ന 4 ഇതളുകളുള്ള ഒരു പെറ്റലാണ്. 4 പെറ്റൽസ് ഉണ്ട് അവിടെ. ആ 4 ഇതളിലായിട്ടിരിക്കുന്ന ആ ഒരു പുഷ്പത്തെ ഞാൻ പൂക്കൾ എടുക്കുമ്പോൾ എവിടുന്നാ എടുക്കുന്നത്? താഴെ വെച്ചിരിക്കുന്ന താലത്തിൽ നിന്ന്. ഈ താഴെ എന്ന് പറയുമ്പോൾ എവിടെയാ? ഭൂമിയിൽ വെച്ചിരിക്കുന്ന. അപ്പൊ നമ്മുടെ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഭൂമി തത്വമായിരിക്കുന്ന മൂലാധാരം, അവിടെ ഇരിക്കുന്ന ആ ഒരു പുഷ്പത്തിനെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം കടന്ന് അനാഹത പത്മത്തിൽ ഇരിക്കുന്ന ഈശ്വരന്റെ പ്രതീകമായിട്ട് എടുത്തിട്ട് നമ്മൾ വെളിയില് ആ ഒരു ശ്രീചക്രത്തിലോ ദേവിയുടെ പടത്തിലോ ഇടുന്നു, അല്ലെ? അതിന്റെ അർത്ഥം എന്താ? ഈ ഷഡാധരങ്ങളിലൂടെ എന്റെ മൂലാധാരത്തിൽ ഇരിക്കുന്ന ഈ ഒരു താമര, 4 ഇതളുള്ള താമര, അതിന്റെ മധ്യത്തിലിരിക്കുന്ന ബോധശക്തിയായിരിക്കുന്ന ആ പൃഥ്വി തത്വമായിരിക്കുന്ന അല്ലയോ ലളിതാ പരമേശ്വരി, അമ്മ എന്ത് ചെയ്യണം? അമ്മ ഈ ഷഡാധാരങ്ങളെ അതിക്രമിച്ച് എന്റെ സഹസ്രാരമാകുന്ന 1000 ഇതളുള്ള താമരയില് പ്രവേശിച്ചാലും നമ്മുടെ ലിമിറ്റഡ് ആയിരിക്കുന്ന ബോധം 4 താമരയിൽ 4 ഇതളിലിരുന്ന ആ ഒരു താമരയിലിരുന്ന എന്റെ ബോധം ഈ ആധാര ചക്രങ്ങളെ, അതായത് ജലത്തെയും അഗ്നിയെയും വായുവിനെയും അതിക്രമിച്ച് എവിടെ പോകണം? ആകാശ തത്വമായിരിക്കുന്ന എന്റെ സഹസ്രാര പത്മത്തിൽ ഇരിക്കുന്ന ആ ഒരു 1000 ഇതളുള്ള, 1000 ഇതളെന്ന് പറയുമ്പോൾ അതിന് ഇൻഫിനിറ്റ് എന്നർത്ഥം. അപ്പൊ ലിമിറ്റഡ് ആയിരിക്കുന്ന എന്റെ ബോധത്തെ ഇൻഫിനിറ്റ് ആക്കി തരൂ എന്നാണ് ഈ പുഷ്പാർച്ചന കൊണ്ട് നമ്മൾ തത്വം അതിന്റെ തത്വം. അപ്പൊ അതിന്റെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ പുഷ്പത്തെ പൃഥ്വി തത്വത്തിൽ നിന്ന് ആകാശ തത്വത്തിലേക്ക് ഉയർത്തുന്നത്. അപ്പൊ പൃഥ്വി തത്വത്തിലിരുന്ന ഞാൻ, ഭൂമിയിലിരുന്ന ഞാൻ, ആ ഒരു ലിമിറ്റഡ് ആയിരുന്ന ഞാൻ ഭൂമിയാണോ എന്ന് വിചാരിച്ച് ഈ ഭൂമിയിലെത്തിയ എന്റെ പ്രാരാബ്ധ കർമ്മങ്ങൾ തീർക്കാൻ വന്ന ഞാൻ വന്നത് എവിടെ നിന്നാണ്? ആകാശത്തിൽ നിന്നാണ്. അവിടെ ഉയർന്ന ഒരു സ്ഥാനത്തിരുന്ന ഞാൻ ഇന്ന് ശരീരം സ്വീകരിച്ച് ഈ 7ാമത്തെ 8ാമത്തെ ഈ പറയുന്ന നില, അതായത് നമുക്ക് 7 മേളിലും 7 താഴെയും, അപ്പൊ ഈ പ്രപഞ്ചമാകുന്ന ഈ ഭൂമിയിൽ എത്തിച്ചേർന്നു. ഇനി എനിക്ക് എന്താ? എന്റെ വന്ന വഴിയിലൂടെ എനിക്ക് എവിടെ എത്തിച്ചേരണം? ആകാശ തത്വത്തില്. അപ്പൊ പൃഥ്വി തത്വത്തിൽ നിന്ന് ആകാശ തത്വത്തിലേക്ക് ഉയരണമെങ്കിൽ അതിന്റെ ഇടയ്ക്ക് 3-4 സ്റ്റെപ്പുകളുണ്ട്. അത് വലുതാ. സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം. അപ്പൊ ഈ 3 ചക്രങ്ങളെയും ഉയർത്തി എന്റെ ഓരോ പൂക്കള്
എന്റെ ഉയർച്ചയ്ക്ക്, എന്റെ ഊർധ്വമായിരിക്കുന്ന യാത്രയ്ക്ക് എന്നെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേണം പൂക്കളെ ദേവിക്ക് സമർപ്പിക്കാൻ. അപ്പൊ ആരെയൊക്കെ നമ്മൾ അറിഞ്ഞു? പൃഥ്വിതത്വമായിരിക്കുന്ന ദേവിയെ അറിഞ്ഞു, ഇതിന്റെ ഇടയ്ക്കുള്ള 3 തത്വങ്ങളെ അറിഞ്ഞു, ആകാശ തത്വത്തെ അറിഞ്ഞു. അപ്പൊ അമ്മയുടെ കാലിൽ ഇടുമ്പോ എന്താ? ആ ഒരു അഹത്തെ മാറ്റി നിർത്തും. നമ്മൾ ചൂണ്ടുവിരല് മാറ്റി നിർത്തിയിട്ടാണ് പൂക്കൾ ഇടുന്നത്. ചൂണ്ടുവിരല് അഹം എന്ന് പറയുന്ന തത്വത്തെ കാണിക്കുന്നു. ആ അഹത്തെ നമ്മൾ എന്താക്കണം? നമ്മളെ എല്ലാവരെയും ചൂണ്ടി നമ്മൾ കുറ്റം പറയും. നീയാണ് ഇതിന് കാരണം, ഇല്ലെങ്കിൽ നീ വന്നത് കൊണ്ടാണ്, നീ പറഞ്ഞത് കൊണ്ടാണ്. എല്ലാം നമ്മൾ ഒരിക്കലും നമ്മുടെ കുറ്റമായിട്ട് എല്ലാ എന്താ പറയാ ഉയർന്നു വരുന്ന എല്ലാ അഭിനന്ദനങ്ങളും എല്ലാം നല്ലതും എനിക്ക്, ഞാൻ ചെയ്തത്. ബാക്കി എന്തെങ്കിലും എനിക്ക് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ പറയും ഞാനല്ല ഇതിന് കാരണം, നീയാണ്. അങ്ങനെ ഒരിക്കലും നമുക്ക്, അതിനെയാണ് അഹം എന്ന് പറയുന്നത്. ഈ അഹം എന്ന് പറയുന്ന വിരലാണ് ചൂണ്ടുവിരൽ. ഇതിന് അങ്കുശമുദ്ര എന്ന് പറയും. ദേവിയുടെ കയ്യിലെ പാശവും അങ്കുശവും ഇരിപ്പുണ്ട്. അങ്കുശം എന്ന് പറഞ്ഞാല് ആനത്തോട്ടി അല്ലേ? അതിനെ നമ്മൾ അഹങ്കാരത്തെ നിയന്ത്രിക്കണമെങ്കിൽ ആനയെ പോലെ മതിച്ചു നടക്കുന്ന ഒരു മതയാന, ഒരു കാട്ടിൽ കയറിയ ആനയെ നിയന്ത്രിക്കാൻ ഒരു കുഞ്ഞു തോട്ടിയായിട്ട് വെച്ചേക്കുന്നത്. എന്താ? അതിന്റെ ചെവിയുടെ പുറകിലൊന്ന് കുത്തും. അപ്പൊ ഇന്ദ്രിയങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്ന ഒരു എന്താ പറയാ ഗ്രന്ഥിയുണ്ട് ആനയ്ക്ക് ചെവിയുടെ പുറകിൽ, അവിടെയായി കുത്തുന്നത്. അപ്പൊ നമ്മളെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന എന്താ? മനസ്സാണ്. മനസ്സെന്ന് പറയുന്നത് അതിന്റെ മേളിൽ ബുദ്ധിയുണ്ട്. അപ്പൊ ഈ ഒരു തത്വം എന്ന് പറയുന്നത് എന്താ? ഈ ഒരു വിരലിനെ ആദ്യം മാറ്റിക്കൊള്ളണം. കാരണം നമ്മുടെ കർമ്മങ്ങൾക്ക് വേറൊരാൾക്ക് മുമ്പിൽ വിരല് ചൂണ്ടാൻ പാടില്ല. നമ്മുടെ അറിവില്ലായ്മയായിരിക്കാം, അവിദ്യയായിരിക്കാം, പല കാരണങ്ങളുണ്ടാവാം. പക്ഷെ ഈ വിരലിനെ മാറ്റി നിർത്തിയിട്ടേ ദേവിക്ക് നമുക്ക് ആദ്യം പൂക്കളെ അർച്ചിക്കാൻ പറ്റൂ. അതേസമയം സന്യാസിക്ക് ചൂണ്ടുവിരലിനെ മാറ്റേണ്ട കാര്യമില്ല. സന്യാസം എന്ന് പറഞ്ഞാൽ എന്താ? പ്രപഞ്ചത്തിൽ ഒരു വസ്തുവും അദ്ദേഹത്തിന് വേണ്ട, എല്ലാം ത്യജിച്ച ആളാണ് സന്യാസി. അദ്ദേഹത്തിന് ഈ 5 വിരൽ കൊണ്ടും പൂവെടുത്ത് അർച്ചിക്കാം. പക്ഷെ ഗൃഹസ്ഥാശ്രമിക്കോ? അവന്റെ അഹംബോധത്തെ മഹത്താക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ അഹത്തെ ത്യജിക്കണം. അപ്പൊ കുറെ കാലം ഈ 3 വിരലും ഈ പറയുന്ന ആകാശ തത്വമായിരിക്കുന്ന ശിവലിംഗമായിരിക്കുന്ന തള്ളവിരല്, ഇൻഡെക്സ് ഫിംഗർ, അതും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പൂക്കളെ അർച്ചിക്കുന്നത്. അപ്പൊ ഈ അഹത്തെ മഹത്താക്കണം. അപ്പൊ പരിമിത ബോധത്തിൽ നിന്ന് വിശ്വബോധത്തിലേക്കുള്ള ഉയർച്ച. ഈ പഞ്ചഭൂത തത്വങ്ങളെല്ലാം തന്നെ നമ്മുടെ ഈ പറയുന്ന പരിമിതമായിട്ടുള്ള ലിമിറ്റഡ് കോൺഷ്യസ്നെസ്സിനെ മാറ്റാനാ. അപ്പൊ നമുക്ക് വിശ്വബോധം, ഈ പ്രപഞ്ചത്തെ കുറിച്ചുള്ള ഒരു അറിവ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ അഹത്തെ മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറെ കാലം ഇങ്ങനെ പൂക്കൾ കൊണ്ട് ചെയ്യണം, അർച്ചന ചെയ്യണം. മൂലാധാരത്തിന്റെ പ്രതീകമായിരിക്കുന്ന ആ ഒരു എന്താ പറയാ ചൂണ്ടുവിരൽ മാറ്റി നിർത്തി ബാക്കി 4 വിരൽ കൊണ്ട് പൂക്കളെ താഴെയിൽ നിന്നെടുത്ത് ഹൃദയത്തിൽ ചേർത്ത് ഭഗവാന്റെ ദേവിയുടെ മുമ്പിൽ അർച്ചിക്കണം. അപ്പൊ ഈ ക്രോധമുദ്ര, എല്ലാരോടും ദേഷ്യം, വൈരാഗ്യം, അതാണ് ഈ അങ്കുശമുദ്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ മാറ്റാൻ പറഞ്ഞ അതുകൊണ്ടാണ്. കാരണം എന്താ? ഈ ക്രോധത്തിന് കാരണം ഞാനല്ല ഇതൊന്നും ചെയ്തത്, അല്ലാതെ പിന്നെ ആരാ കാരണം? എല്ലാം നമ്മുടെ കർമ്മങ്ങളാണ്. ഓരോന്നും ചെയ്യാൻ നമ്മൾ തന്നെയാണ് അതിന്റെ കാരണക്കാര്. അപ്പൊ ഈ തള്ളവിരൽ എന്ന് പറയുന്ന ഈശ്വരനാണ്, ബ്രഹ്മമാണ്. അതിന്റെ തൊട്ടടുത്ത് ഇരിക്കുന്ന ചൂണ്ടുവിരല് അതാണ് അഹം. തള്ളവിരല് എന്ന് പറയുന്ന ആകാശ തത്വമാണ്. അപ്പൊ ആകാശ തത്വമാണ് ഈശ്വരൻ ഇല്ലേ? ആകാശ സ്വരൂപി ശിവലിംഗമാണത്, പരമാത്മാവാണ്. അപ്പൊ എപ്പോഴും ഒരാളുടെ ഇൻഡെക്സ് ഫിംഗർ വേറൊരാളുടെ പോലെ ഇരിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രമാണങ്ങളിൽ നമ്മൾ തുച്ഛമായിട്ടുള്ള 10 സെന്റ് മേടിക്കുമ്പോൾ നമ്മുടെ തള്ളവിരൽ അവിടെ ഇങ്ങനെ വെക്കുന്നത്. കാരണം ഇത് എന്റേതാണ്, 10 സെന്റിന്റെ അധികാരിയാണ് ഞാന് എന്നുള്ള ഒരു ഓണർഷിപ്പ് അല്ലേ? അത് ഓണർഷിപ്പ് ഓൺ ചെയ്യാൻ ഇതിനകത്തിരിക്കുന്ന ഒരാൾക്കേ അധികാരമുള്ളൂ. അപ്പൊ നമ്മുടേതുപോലെ വേറൊരാൾക്ക് കാണില്ല. അപ്പൊ നമ്മൾ എന്താ ഓൺ ചെയ്യേണ്ടത്? നിസ്സാരമായിട്ടുള്ള വസ്തുക്കളെയാണോ ഓൺ ചെയ്യേണ്ടത്, അതോ നമ്മുടെ ആത്മാവിനെയാണോ? ഞാനെന്ന് പറയുന്ന വ്യക്തിബോധമാണത്. അപ്പോ ഈ ശിവലിംഗം എന്ന് പറയുന്നതും പരമാത്മാവ് എന്ന് പറയുന്നതും നമ്മുടെ ഈ തള്ളവിരലാണ്. ആ തള്ളവിരൽ എപ്പോഴും മാറി നിൽക്കും, ഈ 4നോടും ചേരില്ല. കാരണം ആകാശം പ്രകൃതിയിൽ നിന്ന് എപ്പോഴും പ്രകൃതി താഴെയാണെങ്കിൽ ആകാശം മുകളിലാണ് അല്ലേ? അപ്പൊ നമ്മള് ഈ പറഞ്ഞ ഈ അഹംബോധമുള്ള ഒരു ജീവാത്മാവ് എന്ത് ചെയ്യണം? ഈ പറയുന്ന പരമാത്മാവിന് സറണ്ടർ, എപ്പോഴാണോ നമ്മുടെ മനസ്സ് സറണ്ടർ ചെയ്യാൻ തയ്യാറാവുന്നത്, എപ്പോഴാണോ ശരീരബോധത്തിൽ നിന്ന് ഉണരുമ്പോൾ ഇതൊന്നും എന്റേതല്ല, ഞാൻ വേറെ ശരീരം വേറെ എന്നൊരു ബോധം വരുമ്പോ ഈ തള്ളവിരൽ എന്ന് പറയുന്ന അഹം സാധാരണഗതിയിൽ മരിക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ആ ഒരു ബോധം വന്നാൽ എന്ത് ചെയ്യും? അവന് സറണ്ടർ ചെയ്യാൻ പറ്റും. എവിടെ? ഈ തള്ളവിരല്. അതാണ് ന്യാസം എന്ന് പറയുന്നത്. ഓരോ വിരലും തള്ളവിരലിന്റെ താഴെ നിന്ന് മേളിലോട്ടാ തുടങ്ങുന്ന ന്യാസം ചെയ്യുമ്പോൾ. സമർപ്പണമാണത്. ഈശ്വരന്റെ പാദപത്മങ്ങളില് മനുഷ്യന്റെ സമർപ്പണം, ജീവാത്മാവിന്റെ സമർപ്പണം പരമാത്മാവിന്റെ മുമ്പില്. അപ്പോഴേ നമുക്ക് അദ്വൈതിയായിട്ട് തീരാൻ പറ്റും. പിന്നെ ഈ ജീവാത്മാവ് പരമാത്മാവിന്
സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? സമർപ്പിച്ചു നോക്കൂ, അവിടെ ഒരു ശൂന്യം, ഒരു സീറോ, ശൂന്യം അല്ലെ? അതാണ് ശരിക്കുള്ള പൂർണ്ണത. അതാണ് പൂർണ്ണമത പൂർണ്ണമിതം. അവിടെയും പൂർണ്ണമാണ്, ഇവിടെയും പൂർണ്ണമാണ്. അത് നമ്മൾ അറിയാത്തത് എന്തുകൊണ്ടാ? സറണ്ടർ ചെയ്യാത്തതുകൊണ്ട്. അത് സറണ്ടർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അദ്വൈതിയായിട്ട് തീരുകയാണ്. നമുക്ക് പിന്നെ ആ ഒരു നമ്മുടെ ക്ലേശങ്ങളെല്ലാം തന്നെ, ജീവിതത്തിൽ വരുന്ന ക്ലേശങ്ങളെല്ലാം തന്നെ എന്തുകൊണ്ടാ? ഈ ദ്വൈതഭാവം, ഞാൻ വേറെ നീ വേറെ, പ്രകൃതി വേറെ, ഇങ്ങനെ ഒരു ഭാവം കൊണ്ടാണ്. അപ്പൊ ഇത് സറണ്ടർ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് എല്ലാം ശൂന്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണാവസ്ഥ. പിന്നെ നമുക്ക് ഒന്നിനോടും സെപ്പറേറ്റ് ചെയ്യാനില്ല അവിടെ. അപ്പൊ അങ്കുഷ്ട മാത്രം പുരുഷ, നമ്മുടെ ആത്മാവ് എന്താണ്? ആ ഒരു അങ്കുഷ്ട മാത്രമുള്ള പുരുഷനാണ്. അത് നമ്മുടെ ഹൃദയപത്മത്തില് ഈ പറയുന്ന സ്പിരിച്വൽ ഹാർട്ട് എന്ന് പറഞ്ഞ വലതു ഭാഗത്തിരിക്കുന്ന അഷ്ടതല പത്മത്തിൽ ഇരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ വിരലുകളെ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ പൂക്കൾ അർച്ചിക്കുന്നത്? 5 വിരല്. നമ്മളെ റൈറ്റ് വലത് കയ്യ്, ഇടത് കയ്യ്, ശിവൻ, ശക്തി. നമ്മൾ ഒരാളെ തൊഴുമ്പോ എന്താ ചെയ്യുന്നത്? ശിവനെയും ശക്തിയെയും കൂടെ ചേർത്ത് നമസ്കാരം, നമ നമ നമ. എന്താ നമ? ഇതം നമമ, ഒന്നും എന്റേതല്ല. അപ്പൊ ആ ശരീരത്തിലിരിക്കുന്ന ശക്തിയെ കണ്ട് തൊഴുവാണ്. എന്താ? അവിടെയും ഒന്നുമില്ല, ഇവിടെയും ഒന്നുമില്ല. ശരീരത്തിനല്ല തൊഴുന്നത്, ശരീരത്തിനകത്ത് ശരീരത്തിന് ഉണ്മ കൊടുക്കുന്ന ആ ജീവനെയാണ് നമ്മൾ തൊഴുന്നത്. എന്ത് പറഞ്ഞുകൊണ്ട് തൊഴുന്നു? ഇതം നമമ, ഇവിടെ ഉള്ളതൊന്നും എന്റേതല്ല, പക്ഷെ നശ്വരമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ അനശ്വരമായിരിക്കുന്ന ദേവിയെ ഞാൻ തൊഴുന്നു. ജീവനോടെ നടന്നു വരുന്ന ഒരു വ്യക്തിയുടെ എല്ലാത്തിന്റെ ഉള്ളില്, ഭവിച്ച എല്ലാത്തിന്റെ ഉള്ളിൽ ജീവനാണ് ഇരിക്കുന്നത്. ആ ജീവാത്മാവിനെ ഞാൻ തൊഴുന്നു. അപ്പൊ ഈ അഹം എന്ന് പറയുന്ന ചൂണ്ടുവിരലിന്റെ അടുത്ത വിരലെന്ന് പറയുന്നത് എന്താ? ശരിക്കും പറഞ്ഞത് ബുദ്ധിയാണ്. ഞാൻ അന്ധകരണങ്ങൾ, പഞ്ചഭൂതങ്ങൾ വെച്ച് നോക്കണമെങ്കിൽ ആകാശം, വായു, അഗ്നി, ജലം, മറ്റത് പൃഥ്വി. അതാണ് നമ്മുടെ 5 വിരല്. ഇനി നമ്മൾ അന്ധകരണം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ഈ തള്ളവിരൽ എന്ന് പറയുന്ന ആകാശമാണ്. രണ്ടാമത് കണ്ട ചൂണ്ടുവിരല് എന്താ? അഹമാണ്, അഹങ്കാരമാണ്. അതിന്റെ തൊട്ടടുത്ത ഏറ്റവും ഉയർന്ന വിരല് ബുദ്ധിയാണ്. അപ്പൊ കാരണം എന്താ? അത് ഏറ്റവും ഉയർന്ന 5 വിരലിൽ ഏറ്റവും പൊക്കം കൂടിയ വിരല് ഈ പറയുന്ന മധ്യമയാണ്. കാരണം എന്താ? നമുക്ക് ബുദ്ധിയാണ് എപ്പോഴും കൂടി നിൽക്കേണ്ടത്. ഈ ബുദ്ധി കൂടി നിന്നാലേ നമുക്ക് അഹത്തിനെ നന്നാക്കി എടുക്കാൻ പറ്റൂ. ഈ അഹത്തിനെ നന്നാക്കുന്നതും നശിപ്പിക്കുന്നതും ബുദ്ധിയാണ്. ബുദ്ധി ഇല്ലാത്തവൻ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് നമ്മൾ ഏറ്റവും കുറച്ച ബുദ്ധി ഉപയോഗിക്കുന്നത്. അപ്പോ ഈ ബുദ്ധി എന്ന് പറഞ്ഞത് എപ്പോഴും ഉയർന്നു നിൽക്കണം. ഈ ചിന്തകളിൽ എന്തെങ്കിലും നെഗറ്റിവിറ്റി വന്നാൽ നമ്മളെ കറക്റ്റ് ചെയ്യേണ്ടത് ആരാണ്? ഈ ഉയർന്നു നിൽക്കുന്ന ബുദ്ധിയായിരിക്കണം. അത് ഈ പറയുന്ന മധ്യമ. മൂന്നാമത്തത് അനാമിക എന്ന് പറയുന്ന മോതിര വിരല് അല്ലെ? ആ വിരല്, അതിനെ നമ്മൾ അമൃത വിരൽ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ മോതിര വിരല് അനാമിക. അനാമിക എന്ന് പറഞ്ഞാൽ നാമരൂപങ്ങളില്ലാത്തതെന്ന് അർത്ഥം. നമ്മളെ ഹൃദയ ഗ്രന്ഥിയുമായിട്ട് കണക്ട് ചെയ്ത അമൃത നാഡിയാണ് ഈ വിരല്. അത് നമ്മുടെ ചിത്തവും, നമ്മുടെ ജന്മത്തിന് കാരണമായിരിക്കുന്ന ചിത്തമാണ് ഈ അനാമിക. കാരണം ഇത് നമ്മുടെ ചിത്തം എന്ന് പറയുമ്പോൾ നമ്മുടെ വാസനകളുടെ ചെപ്പ്, സ്മൃതികളുടെ കൂട്ടം, ഏറ്റവും ആ ഒരു നമ്മുടെ ജീവനുമായിട്ട് ബന്ധപ്പെട്ട വിരലാണ് ഈ പറയുന്ന അനാമിക. കാരണം നാമരൂപമില്ലാത്ത ഈശ്വരൻ. നാമരൂപമില്ലാത്ത ഈശ്വരന് എന്ത് നാമം സ്വീകരിക്കാം? എന്ത് രൂപം വേണമെങ്കിലും സ്വീകരിക്കാം, ഇല്ലേ? അപ്പൊ ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന നാമരൂപങ്ങള്. ഈശ്വരന് നാമമോ രൂപമോ ഒന്നുമില്ല. പക്ഷെ നമ്മൾ അമ്മയായിട്ട് കണ്ട അമ്മ, ശിവനായിട്ട് കണ്ട ശിവൻ, സുബ്രഹ്മണ്യനായിട്ട് കണ്ട സുബ്രഹ്മണ്യൻ, ഏത് രൂപം സ്വീകരിക്കാനും കഴിവുള്ള ശക്തിയാണ് ഈശ്വരൻ. അപ്പൊ ഈ നാമരൂപങ്ങളില്ലാത്ത ആ ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ട, ഹൃദയ ഗ്രന്ഥിയുമായിട്ട് ബന്ധപ്പെട്ട അമൃത നാഡിയാണ് നമ്മുടെ ഈ അനാമിക എന്ന് പറയുന്ന മോതിര വിരൽ. അതിലാണല്ലോ നമ്മൾ വിവാഹ മോതിരമൊക്കെ സാധാരണ ഇടാറുള്ളത്. കാരണം നമ്മുടെ ഒരു ബന്ധത്തെ കാണിക്കുകയാണത്. അപ്പൊ ഈ ചിത്തമാണ് അതിനകത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സ്മൃതികളാണ്, അതിനെ ശുദ്ധീകരിക്കണം. ഈ ജലത്തിലൊക്കെ ഈ വിരൽ വെച്ച് ജപിക്കുമ്പോൾ നമ്മുടെ ചിത്തശുദ്ധിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അടുത്ത ഏറ്റവും ചെറിയ വിരൽ എന്ന് പറയുന്ന മനസ്സാണ്. ആ മനസ്സെന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും ചെറിയ വിരല് അതൊരു ചിന്താ പ്രവാഹമാണ്. കാരണം നമ്മുടെ ഒരു മനസ്സെന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമുക്ക് യാതൊരു ഡെഫിനിഷനും ഇല്ല. ഒരു എന്താ പറയുക, ചിന്തകള്, ഒരു റോ ഓഫ് തോട്ട്സ് എന്നൊക്കെ പറയാം, ഫ്ലോ ഓഫ് തോട്ട്സ് എന്ന് പറയാം. ചിന്തകൾ ഇങ്ങനെ വന്നു പൊയ്ക്കൊണ്ടിരിക്കും. അതിനെ മനസ്സിനെ പ്രത്യേകിച്ച് യാതൊരു ഡെഫിനിഷനും ഇല്ല. അങ്ങനെ അന്ധകരണങ്ങളും പഞ്ചഭൂതങ്ങളും ചേർന്ന 5 വിരലുകള്, ഇടത് കൈയും വലത് കൈയും. നമ്മുടെ എന്താ പറയാ, ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ ചെയ്യുന്നത് കൈകൾ കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ദാനം കൈകൾ കൊണ്ട് ചെയ്യണം. ആരുടെയും കർമ്മങ്ങൾ ഏറ്റുവാങ്ങാൻ കൈകൾ നീട്ടരുത് എന്ന് പറയുന്നത്. വേറൊരാൾ കൊണ്ടുതരുന്ന ഒരു പ്രത്യേക വിശേഷ ദിവസങ്ങളിൽ
ഇല്ലെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് തരുന്നത് നമുക്ക് സ്നേഹമുള്ളവരുടേത് വാങ്ങിക്കാം, വാങ്ങിച്ചുകൂടാന്നല്ല. ബാക്കിയുള്ളവര് നമുക്ക് ചില വിശേഷ ദിവസങ്ങളിലൊക്കെ വിളിച്ച് എന്തെങ്കിലുമൊക്കെ വെറ്റില പാക്ക് നാണയങ്ങളൊക്കെ വെച്ച് തരുമ്പോൾ അത് ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല. കാരണം ആ വെറ്റില പാക്കിൻ്റെ കൂടെ വരുന്ന നാണയം എന്ന് പറയുന്ന കർമ്മം ഇരുമ്പാണ്. അതിനകത്ത് ഒരുപാട് താന്ത്രികമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. എന്ത് കൈകൊണ്ട് സ്വീകരിക്കുന്നു നമ്മൾ വാങ്ങിച്ചു എന്ന അർത്ഥം. അത് സ്വീകരിക്കാൻ പാടില്ല. നമുക്ക് ഗുരുക്കന്മാരുടെ, അച്ഛനമ്മമാരുടെ, സ്നേഹിതരുടെ, നമുക്ക് വിശ്വാസമുള്ളവരുടെ കയ്യിൽ നിന്ന് മാത്രമേ ഡയറക്റ്റ് സ്വീകരിക്കാൻ പാടുള്ളൂ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ കൈകൾ എന്ന് പറയുന്നത് അന്ധകരണങ്ങളുടെയും പഞ്ചഭൂതങ്ങളെയും കാണിക്കുകയാണ്. അപ്പൊ അവിടുത്തെ ആ ഒരു അർച്ചനയിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അഹത്തെ മാറ്റി നിർത്തി മറ്റേ മൂന്നിനെയും മനസ്സ്, ബുദ്ധി, ചിത്തം ഇവയെ സമർപ്പിച്ച് ആ ഒരു വാസന ക്ഷയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അഹത്തെ സമർപ്പിക്കാൻ സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ സന്യാസിയാവണം. ആ അഹത്തെ ത്യജിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ സന്യാസിയായ പിന്നെ ഒരു ഉപാസനയും വേണ്ട. പക്ഷെ നമ്മളൊക്കെ ഗൃഹസ്ഥാശ്രമികളാണ് ഇല്ലേ? നമുക്കിത് ഈ അഹം മാറണമെങ്കിൽ ഈ തത്വങ്ങൾ അറിഞ്ഞു പൂജിക്കണം. ത്യാഗത്തിലൂടെ മാത്രമേ നമുക്ക് അമൃതത്വം നേടാൻ പറ്റൂ. അത് ഉപനിഷത്ത് വാക്യമാണ്. അങ്ങനെ നമ്മള് ഈ പൂജ അറിഞ്ഞ്, തത്വം അറിഞ്ഞ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പൂജ കോടി സമം ജപം എന്നാ പറയുന്നത്. കുറെ ആയിരക്കണക്കിന് പൂജ ചെയ്താൽ ജപം ചെയ്യുന്നതിന് സമമാണ് ജപകോടി സമം ധ്യാനം. അപ്പൊ ഒരുപാട് അപ്പൊ ഈ പറഞ്ഞ കാരണം എന്താ? ഈ ഒരു ലളിതാ സഹസ്രനാമം ഈ പലർക്കും കൊടുക്കാൻ പാടില്ല. ദുഷ്ടന്മാർക്ക്, അജ്ഞാനികൾക്ക്, ശുംഭന്മാർക്ക്, ഇല്ലെങ്കിൽ അതിനെ വേറെ തലത്തിൽ ഉപയോഗിക്കുന്നവർക്കൊന്നും ഈ ലളിതാ സഹസ്രനാമം വായിക്കാനോ പറഞ്ഞു കൊടുക്കാനോ പാടില്ല. കാരണം അവിടെ ദേവിയെ കുറിച്ച്, അവിടെ ദേവി ഉപാസന പറയാൻ പാടില്ല. ഇപ്പൊ ചോദിക്കും, ദേവി എല്ലാവരുടെയും അമ്മയല്ലേ, എന്തുകൊണ്ട് ദേവിയെ ഉപാസിക്കാൻ പാടില്ല എന്ന് ചോദിക്കും. അങ്ങനെയല്ല. ആ ഓരോരുത്തർക്കും അമ്മ, ഇപ്പൊ മഹിഷാസുരനെ കൊല്ലാൻ അമ്മ വന്നില്ലേ? ഭണ്ഡാസുരനെ കൊല്ലാൻ അമ്മയാ വന്നത്. ഇപ്പൊ ദേവി മഹാത്മ്യത്തിന്റെ ധ്യാന ശ്ലോകത്തിലെ മാതർമേ മധുകൈട പഗ്നിയില് ഏകദേശം 11 അസുരന്മാരെ കൊല്ലാൻ ദേവി നേരിട്ട് വരുന്നുണ്ട്. അപ്പൊ ദുഷ്ടന്മാരെ അമ്മ കൈ ഇല്ലാതാക്കുന്നുണ്ടോ? മാറ്റി നിർത്തിയിട്ടുണ്ടോ? അങ്ങനെയല്ല. ദുഷ്ടന്മാരുടെ ആ ഒരു ദുഷ്ട വശങ്ങളെ ഇല്ലാതാക്കി അതും തന്റെ മക്കളാണെന്നും തിരിച്ചറിഞ്ഞ് അവരെ ശുദ്ധീകരിച്ച് തന്നിൽ ചേർക്കാനാണ് അമ്മയ്ക്ക് ഇഷ്ടം. അപ്പൊ ഈ മന്ത്രത്തിനൊക്കെ വളരെ ശക്തിയുണ്ട്. ദുഷ്ടന്മാരുടെ കയ്യിൽ, കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ ദുഷ്ടന്മാരുടെ കയ്യിൽ ഈ മന്ത്രശക്തി കിട്ടിക്കഴിഞ്ഞാല് അവര് ലോകത്തിന്റെ ഉപകാരാർത്ഥമല്ല അവര് ചെയ്യുന്നത്, ലോകത്തെ നശിപ്പിക്കാൻ. ഇന്നൊരു അണുബോംബ് ഒരു സാത്വികനായിട്ടിരിക്കുന്ന ഒരാള് ഒരിക്കലും ലോകത്തെ നശിപ്പിക്കാൻ ഉപയോഗിക്കില്ല, ഇല്ലേ? അത് സമുദ്രത്തിൽ എറിഞ്ഞു കളയും, നിർവീര്യമാക്കി കളയും. പക്ഷെ അതൊരു അസുരന്റെ കയ്യിലാണ് കിട്ടണമെങ്കിൽ തനിക്ക് ആരൊക്കെയാണോ ശത്രുക്കള് അവരെ ലക്ഷ്യമായിട്ട് അത് പ്രയോഗിക്കും. ഇത് തന്നെയാണ് ലളിതാ സഹസ്രനാമത്തിന്റെ ബേസിക് അർത്ഥം. ലളിതാ സഹസ്രനാമം ദുഷ്ടന്മാർക്കും അജ്ഞാനികൾക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. കാരണം മന്ത്രത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു ശക്തിയുണ്ട്. അപ്പൊ ശ്രദ്ധയുള്ളവർക്ക് മാത്രം പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഈ ഒരു ലളിതാ ത്രിപുരസുന്ദരി എല്ലാ ദേവതമാർക്കും പ്രധാനമായിട്ടുള്ള ഈ ഒരു ഗുണങ്ങൾ, 4 കാര്യങ്ങളാണ് ഈ ദേവിക്ക് പ്രധാനമായിട്ടുള്ളത്. എല്ലാ സഹസ്രനാമം ആരെയൊക്കെ കുറിച്ചാണോ സഹസ്രനാമം ഉള്ളത് അവർക്കെല്ലാം ഈ ഒരു 5 ക്വാളിറ്റീസ് വേണമെന്നുണ്ട്. പക്ഷെ ഈ ലളിതാ ത്രിപുരസുന്ദരിക്ക് ഈ 5 ക്വാളിറ്റീസും വളരെ വ്യക്തമായിട്ടുണ്ട്. ഏതൊക്കെയാണത്? നാമം, രൂപം, ഗുണം, ലീല, ധാമം. ഈ 5 കാര്യങ്ങള് ഏത് ദേവതയ്ക്കും സഹസ്രനാമം വേണമെങ്കിൽ വേണം. പക്ഷെ എല്ലാവർക്കും ഇങ്ങനെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഡീമാർക്കേഷൻ പറയാൻ പറ്റില്ല. പക്ഷെ ദേവി ലളിത മഹാത്രിപുര സുന്ദരി വളരെ വ്യക്തമായിട്ട് നാമം, രൂപം, ഗുണം, ലീല, ധാമം. ഇതിൽ ലളിതാ സഹസ്രനാമങ്ങൾ മുഴുവൻ, ഇതിൽ നാമത്തെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിൽ 1000 നാമങ്ങളും ദേവിയുടെ. ഇനിയിപ്പൊ ദേവിയുടെ തന്നെ ഏത് ദേവതയുടെ പേരെടുത്ത് നോക്കിയാലും ആ ശക്തി ദേവി തന്നെയാണ്. അപ്പൊ ഈ നാമങ്ങൾ മുഴുവൻ ദേവിയുടെയാണ്. അപ്പൊ രൂപം എന്താണ്? രൂപത്തിൽ നമ്മൾ ധ്യാന ശ്ലോകത്തിൽ പറയുന്നുണ്ട്, സ കുങ്കുമ വിലേപനം അളിക ചുംബി കസ്തൂരികാം. അപ്പൊ ദേവിയുടെ ധ്യാനം എന്ന് പറയുന്നത് 4 ധ്യാനങ്ങളുണ്ട്. അതിൽ നമ്മൾ 4 നമ്മൾ ഇത് എന്നും ചൊല്ലുന്നതാണ്. അപ്പൊ അതിൽ ശ്രീവിദ്യ എന്ന് പറയുന്ന ഒരു സ്വരൂപമായിട്ടുണ്ട്. സ കുങ്കുമ രൂപത്തില് ഉള്ള ദേവിയുണ്ട്. അങ്ങനെ 4 ധ്യാന ശ്ലോകങ്ങളിലും ദേവിയുടെ രൂപവർണ്ണനയാണ് കൊടുത്തിരിക്കുന്നത്. ഒരെണ്ണം മാത്രം അജ്ഞാതമായിരിക്കുന്ന ഒരാൾ എഴുതിയതാണ്. ബാക്കി 3ഉം ശങ്കരാചാര്യർ ഉൾപ്പെടെ ഉള്ളവർ എഴുതിയതാണ്. വളരെ വിശേഷമായിട്ട് ദേവി ആരാണ്, ദേവിയുടെ രൂപം എന്ത്,
അളിക ചുംബി കസ്തൂരിക ഹംസ മന്ദ ഹസിതേക്ഷണം എങ്ങനെ ഇരിക്കുന്നു, ദേവിയെ ബാഹ്യത്തിൽ കാണാൻ എങ്ങനെ എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തെ ക്വാളിറ്റി ദേവി ഇതിനകത്ത് പൂർത്തീകരിച്ചിരിക്കുന്നു. മൂന്നാമത്തത് ഗുണം. അപ്പൊ ദേവിയുടെ ഗുണം എന്താണ്? ദേവിയുടെ ഗുണം എന്ന് പറയുന്നത് ശ്രീവിദ്യ. ശ്രീവിദ്യയാണ് അമ്മ അല്ലെ. ആ ശ്രീവിദ്യക്ക് വേണ്ട ഗുണം എന്താണ്? ധ്യായേത് പത്മാസനസ്ഥാം വികസിത വദനാം പത്മപത്രായദാക്ഷീം ഹേമാംബാം പീതവസ്ത്രം കരകലിതലസത് ഹേമ പത്മാമരാമി. അവസാനം എന്താ പറയുന്നത്? ശാന്തമൂർത്തി. അപ്പൊ ദേവിയുടെ ഗുണം എന്ന് പറയുന്നത് ശാന്ത്യാതീത കലാത്മിക എന്ന് ദേവിക്കൊരു നാമമുണ്ട്. ഈ ശാന്തി എന്ന് പറയുന്നത് ഗുണങ്ങളിൽ ഏറ്റവും ഉയർന്നതാണ്. നമ്മൾ പരമമായിരിക്കുന്ന വിശ്രാന്തി സ്ഥാനം എന്നൊക്കെ പറയും അല്ലെ. എവിടെയാണ് നമ്മുടെ വിശ്രാന്തി? ആനന്ദമയ ചക്രത്തില്. അപ്പൊ ആനന്ദം ശ്രീചക്രത്തിന്റെ കൊടിക്കൂറയായിട്ടുള്ള ആനന്ദമയ ചക്രത്തില് എന്തൊക്കെ വിക്ഷോഭങ്ങളും എന്തൊക്കെ പുറമേ എന്തൊക്കെ നടന്നാലും ആനന്ദമായിട്ട് സന്തോഷമായിട്ട് ശാന്തിയായിട്ടിരിക്കുന്ന ഒരേ ഒരു ദേവതയേ ഉള്ളൂ. ശ്രീചക്രമാകുന്ന തന്റെ തേരില് ആരൂഢയായിരിക്കുന്ന ലളിതാ മഹാത്രിപുര സുന്ദരി. അമ്മയുടെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് മനുഷ്യന്റെ ലക്ഷ്യവും. എല്ലാ മനുഷ്യർക്കും എന്താ വേണ്ടത്? ശാന്തി അല്ലെങ്കിൽ സമാധാനം. അമ്മ ശാന്തമൂർത്തി. ധ്യായേത് പത്മാസനസ്ഥാം എന്നുള്ള ധ്യാന ശ്ലോകത്തിൽ അവസാനം എന്താ പറയുന്നത്? ശാന്തമൂർത്തിയും സകല സുരനുതാം സർവസമ്പത് പ്രദാത്രിയും. അപ്പൊ ശാന്തമൂർത്തിയായിരിക്കണം. നമുക്കൊരു അജിറ്റേറ്റഡ് ആയിരിക്കുന്ന ദേവിയെ ഭജിക്കാൻ പറ്റുമോ? അമ്മ പല രൂപങ്ങൾ എടുക്കുന്നുണ്ട്. നമ്മുടെ എന്താ പറയുക നല്ലതിന് വേണ്ടിയിട്ടും എല്ലാവരെയും അനുഗ്രഹ സ്വരൂപമായിട്ടിരിക്കുമ്പോൾ ശാന്തമായിട്ടിരിക്കുക. അല്ലാത്തപ്പോ രൗദ്രഭാവം എടുക്കാറുണ്ട്. വളരെ എന്താ പറയുക ഭീതിജനകമായിരിക്കുന്ന കാളീ സ്വരൂപം എടുക്കാറുണ്ട്. പക്ഷെ ഈ അമ്മയുടെ ശരിക്കുള്ള രൂപം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അമ്മ ശാന്തമൂർത്തിയാണ്. അപ്പൊ ശാന്ത്യാതീത കലാത്മിക. കലകളില് ഈ 9 ഗുണങ്ങളില് നമുക്ക് കോപ രൗദ്രം നമുക്ക് എന്താ പറയാ ഡാൻസിലൊക്കെ പഠിക്കുന്ന ഗുണം ഈ പറയുന്ന ആ ഒരു 9 എണ്ണത്തില് ഏറ്റവും ഉയർന്ന തലത്തിലിരിക്കുന്ന ഗുണമാണ് ശാന്തി. അപ്പൊ അമ്മയുടെ ഗുണം എന്താണ്? ശാന്തി. ഇനി അടുത്തത് എന്താ? അമ്മയുടെ ലീല. അപ്പൊ ദേവിയുടെ ലീല എന്ന് പറഞ്ഞാല് ഈ പ്രപഞ്ചമേ അമ്മയുടെ ലീലയാണ്. അപ്പൊ തേൻ നിറഞ്ഞ കുടം കയ്യിലും താമരപ്പൂ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ദേവി. സിന്ദൂരാരുണ വിഗ്രഹം എന്നുള്ള ധ്യാന ശ്ലോകത്തില് സിന്ദൂരാരുണ വിഗ്രഹം തൃനയനം മാണിക്യ മൗലിസ്ഫുര താരാനായക ശേഖരം സ്മിതമുഖി ആപീന വക്ഷോരുഹം പാണിഭ്യം അളിപൂർണ രത്നചഷകം രക്തോത്പലം ബിഭ്രതീം. അമ്മയുടെ കയ്യിൽ എന്തൊക്കെയായിരിക്കുന്നത്? തേൻ നിറഞ്ഞ കുടം, കയ്യിൽ ഒരു താമരപ്പൂ. അപ്പൊ അമ്മയുടെ ലീല എന്താണ്? അമ്മയുടെ ലീല എന്ന് പറഞ്ഞാല് ഏറ്റവും ഈ പ്രപഞ്ചമാകുന്ന ആ ഒരു ലളിതമായിരിക്കുന്ന ആ ലീലയിലൂടെ പ്രപഞ്ചത്തിലെ സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം അങ്ങനെ പഞ്ചകൃത്യങ്ങള് ലീല പോലെ ചെയ്യുന്ന സ്വരൂപിണിയായിരിക്കുന്ന ദേവി. അപ്പൊ അമ്മയുടെ ലീല ഏറ്റവും ഉയർന്നത്. ഇനി അടുത്തത് ധാമം. അപ്പൊ അമ്മയുടെ ധാമം എന്ന് പറഞ്ഞാൽ എന്താ? അത് ധാമം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥലം എന്ന അർത്ഥം. ധാമം നമ്മുടെ ധ്യാനത്തിലൂടെ തീയുടെ അയനത്തിലൂടെ എത്തിച്ചേരേണ്ട സ്ഥലം. അതാണ് അമ്മയുടെ ശരിക്കും ആ ധാമം എന്താണെന്ന് ചോദിച്ചാല് അമ്മ എന്താണ്? അരുണാം കരുണാതരംഗിതാക്ഷീം എന്നതാണ് ധാമം. കാരണം കരുണയുള്ള ഒരാളുടെ അടുത്തേ നമുക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഈ 4 ധ്യാന ശ്ലോകങ്ങളിലൂടെ തന്നെ അമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പറയുക. അപ്പൊ കരുണയുള്ള ഒരാളുടെ അടുത്ത് നമുക്ക് എത്രയൊക്കെ സ്നേഹം തന്നാലും ആ ഒരു കരുണയോടുകൂടിയുള്ള ഒരു നോട്ടം നമുക്ക് എപ്പോഴും എത്തിച്ചേരാൻ പറ്റുന്ന, ഇനി എന്തൊക്കെ വഴക്ക് പറഞ്ഞാലും നമ്മളോട് സ്നേഹമുള്ള ഒരേ ഒരു വ്യക്തി അമ്മയാണ്. കാരണം എന്താ? ആ ഒരു പൊക്കിൾക്കൊടി ബന്ധം, കുഞ്ഞുങ്ങളോട് അമ്മയ്ക്കുള്ള സ്നേഹം, ഗുരുക്കന്മാരോട് ശിഷ്യർക്കുള്ള സ്നേഹം, ഗുരു ശിഷ്യ ബന്ധം, ആ മാതാ പുത്ര ബന്ധം, ഇതൊക്കെയാണ് നമുക്ക് എത്രയധികം എന്താ പറയുക വിരോധം വന്നാലും എത്ര വഴക്ക് പറഞ്ഞാലും നമുക്കത് എന്താ പറയാ നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ടാണ് അല്ലെ, നല്ലതിന് വേണ്ടിയിട്ടാണ് അവര് പറയുന്നതെന്ന് നമുക്കൊരു ഉറച്ച വിശ്വാസം ഉണ്ടാവും. അപ്പൊ അത് തന്നെ നമ്മൾ ഈ പറഞ്ഞതെല്ലാം മറന്നു പോകും. പിന്നെ ആ പറഞ്ഞതാണോ അവർക്ക് ആ കുട്ടികൾക്കും വിഷമമില്ല, അമ്മയ്ക്കും വിഷമമില്ല. അപ്പൊ അരുണാം കരുണാതരംഗിതാക്ഷിയും. അപ്പൊ അരുണ നിറത്തില് കരുണയോടുകൂടിയുള്ള ആ ഒരു കണ്ണുകളോടുകൂടിയ അമ്മ, അതാണ് അമ്മയുടെ ധാമം. അവിടെയാണ് നമ്മൾ ഓരോരുത്തരും എത്തിച്ചേരേണ്ടത്. ഇങ്ങനെ ഈ 5 കാര്യങ്ങളും ലളിതാ സഹസ്രനാമത്തില് വളരെ ഭംഗിയായിട്ട് ഒത്തുചേരുന്നുണ്ട്. അപ്പൊ ഈ ശ്രീമാതയിൽ തുടങ്ങി ലളിതാംബയിൽ അവസാനിക്കുന്ന ഈ സഹസ്രനാമം ശരിക്കും പറഞ്ഞാൽ എന്താണ്? ആ ഒരു
ഒരു ശ്രീമാത, മായിൽ തുടങ്ങി അവസാനം നമ്മൾ എവിടെ കൊണ്ട് ചെല്ലും? മാ എന്ന് പറഞ്ഞാൽ എന്താ? കാമം. കാമം എന്ന് പറഞ്ഞാൽ കാ മാ, രണ്ടക്ഷരങ്ങള്. ആഗ്രഹം എന്ന് പറയുന്നത് എല്ലാം കാമങ്ങളാണ്, ഡിസയേഴ്സ് ആണ്. അപ്പൊ കാമന്റെ ദാനമാണ് നമുക്ക് ആഗ്രഹങ്ങൾ. കാമദേവനാണ് നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത്. എന്തിലൂടെ? അമ്മയുടെ കയ്യിലിരിക്കുന്ന 5 പൂവമ്പുകളിലൂടെ, 5 പഞ്ച തന്മാത്രകളിലൂടെ പ്രപഞ്ചമാകുന്ന ഈ ഒരു എന്താ പറയാ ധാമത്തില്, മനുഷ്യന്റെ ധാമമാണ് ഈ ഭൂമി. ഈ ഒരു പ്രപഞ്ചത്തില് നമുക്ക് ആഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന ഒരാളാണ് കാമദേവൻ, അല്ലെ? നമുക്ക് ഈ ഉണ്ടാക്കുന്നത് ഏതിലൂടെയാ? 5 പൂവമ്പകളിലൂടെ. ആ ഒരു പഞ്ച തന്മാത്രകളിലൂടെ നമ്മുടെ ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളാകുന്ന തന്മാത്രകളിലൂടെ, നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ കാഴ്ചകൾ കാണിച്ച് നമ്മുടെ മനസ്സിനെ മഥിപ്പിച്ച് ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തിയാണ് കാമദേവൻ. അപ്പൊ ഈ കാമദേവൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തി എന്നർത്ഥം. ഈ പരാശക്തിയാണെങ്കിലോ, ഈ പരാശക്തിയായിരിക്കുന്ന ദേവിയുടെ ആ ഒരു കാ എന്ന് പറയുന്നത്, നമ്മള് ആ കാ എന്ന് പറഞ്ഞാൽ ശിവൻ എന്നാണ് അവിടെ അർത്ഥം. മാ എന്ന് പറഞ്ഞാൽ ദേവി. അപ്പൊ കാമം എന്ന് പറഞ്ഞാൽ എന്താ? ശിവശക്തി സ്വരൂപം. ആഗ്രഹങ്ങൾ എവിടെയാ നമുക്ക് തീരുന്നത്? മോക്ഷത്തിലാ തീരുന്നത്. അപ്പൊ കാ എന്ന് പറഞ്ഞാല് ശ്രീമാത, ശ്രീ മഹാരാജ്ഞി. അതിൽ മാത എന്ന് പറയുന്ന ആ ഒരു മാ തുടങ്ങിയിട്ട് അവസാനം എന്താണ് തീരുന്നത്? ലളിതാംബിക, കായിലാ തീരുന്നത്. അപ്പൊ മായില് തുടങ്ങി കായില് തീരുന്നു. എവിടെ തുടങ്ങി? നമ്മൾ പ്രകൃതിയിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും പ്രകൃതിയെ അതിക്രമിച്ച് കായ് എന്ന് പറയുന്ന ശിവതത്വത്തിൽ എത്തിച്ചേരുക. അവിടെയാണ് ലാസ്റ്റ് നാമം ശിവശക്തിക്ക് രൂപിണി ലളിതാംബിക. അപ്പൊ കായില് തീരുക. അപ്പൊ മായും കായും ഇതിന്റെ ഇടയ്ക്കുള്ള 998 നാമങ്ങള് നമ്മുടെ ഓരോ മനുഷ്യ ജീവന്റെയും ആഗ്രഹ പൂർത്തീകരണത്തിന് അമ്മയെ ജപിച്ച് ആഗ്രഹങ്ങളും നമുക്ക് സാധിക്കാം. കാരണം എന്താ? എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ച് ന്യായമായിട്ടിരിക്കുന്ന ധാർമ്മികമായിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം, കാമനകളെ പൂർത്തീകരിക്കാൻ ദേവിയല്ലാതെ വേറെ ആരുമില്ല. അത്രയ്ക്ക് കരുണാമൂർത്തിയാണ് അമ്മ. അപ്പോ ഈ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് മായില് തുടങ്ങി കായിൽ അവസാനിക്കുന്നതാണ്. വിശ്വത്തിലെ, ഈ പ്രപഞ്ചത്തിലെ ലാളിത്യപൂർവ്വം ലീലകൾ ആടുന്ന ദേവിയാണ് ലളിത ത്രിപുരസുന്ദരി. ഈ ദേവതയെ കുറിച്ചുള്ള പഠനമാണ് ലളിതാ സഹസ്രനാമം. ഈ ഇടയ്ക്ക് ഇപ്പൊ നമ്മള് അമ്മയിൽ തുടങ്ങി ദേവി ശിവനിൽ അവസാനിച്ചു എന്ന് പറയണു. അപ്പൊ ഇതിനകത്തിരിക്കുന്ന 998 നാമം പഠിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ആഗ്രഹ പൂർത്തീകരണം, ഇല്ലേ? നമുക്ക് പുരുഷാർത്ഥങ്ങള് അതിനകത്ത് എല്ലാം പറയുന്നുണ്ട്. പുരുഷാർത്ഥപ്രദ, പൂർണ്ണ. അമ്മയുടെ ഓരോ നാമങ്ങൾ പഠിക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത് എന്താ? ഈ അനുഗ്രഹമാണ്. ഇപ്പൊ തുടങ്ങുന്നത് നമുക്ക് അമ്മയിൽ തുടങ്ങിയിട്ട് അവസാനം അച്ഛനിൽ ചെന്ന് നിൽക്കണം. അവസാനം ഈ ആഗ്രഹങ്ങൾ ഇതിനോടകം പൂർത്തീകരിച്ചോളണം. കാരണം കാമങ്ങള് നമുക്ക് ജന്മത്തിന് കാരണമാകും. കാമപൂർത്തീകരണം, ആഗ്രഹങ്ങളെല്ലാം നിവർത്തിച്ചോളണം. ഇനി എത്ര ജന്മം വേണം? അത് പറഞ്ഞോളൂ. കാരണം എനിക്കൊരു 5 ജന്മം വേണം, 5 ജന്മത്തിൽ പല പല വിവിധ ആളുകളായിട്ട് വിവിധ സ്ഥലങ്ങളിൽ ജനിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതും പറയാം. കാരണം എന്താ? കാരണം അമ്മ സർവകാമങ്ങളെ കൈവല്യപദദായിനി. ഇതെല്ലാം കഴിഞ്ഞ് നിനക്ക് കൈവല്യപദം എപ്പോഴും വേണമെന്ന് പറയണോ, തന്റെ മക്കളുടെ ഇച്ഛയ്ക്കനുസരിച്ച് അമ്മ കാത്തുനിന്ന് എത്ര ജന്മങ്ങൾ വേണോ എടുത്തോളൂ, അവസാനം ഞാൻ നിനക്ക് എന്ത് തരാം? കൈവല്യവും തരാം, മുക്തിപദവും തരാം എന്ന് പറയുന്ന ഒരു അമ്മ ഈ ലളിതാ ഭഗവതി അല്ലാതെ വേറെ നമുക്ക് കാണാൻ പറ്റില്ല. ഈ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് സർവകാമ പൂർത്തീകരണ നാമങ്ങളാണ്. ലളിതാ സഹസ്രനാമം ഒരു ഉപാസകനെ സംബന്ധിച്ച് അവന്റെ കാമനകളെ, അവന്റെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ അമ്മയും അച്ഛനും, തുടക്കത്തിൽ അമ്മയും അവസാനം അച്ഛനെയും ഇരുത്തി, അതിനെയാണ് സമ്പുടിതം എന്ന് പറയുക. നമ്മളെപ്പോഴും പൂർണ്ണമാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു മാല കെട്ടിക്കഴിഞ്ഞാല് ആ 2 ഓപ്പൺ ആയിട്ട് ഇടുന്നത്, നമ്മളിപ്പോ ദേവിക്ക് ചതുഷ്ഷഷ്ടി ഉപചാരം കൊടുക്കുമ്പോൾ അമ്മയുടെ കഴുത്തിൽ നമ്മൾ മധുര മീനാക്ഷിക്കൊക്കെ ഇടുമ്പോൾ ഓപ്പൺ ആയിരിക്കണം മാല. കാരണം 2 സൈഡും തുറന്നിരിക്കും, അതിനെ കെട്ടില്ല. അതിനൊരു വളരെ താത്വികമായിട്ട് താന്ത്രശാസ്ത്രപരമായിട്ടൊരു അതിന് അർത്ഥമുണ്ട്, ഒരുപാട് അർത്ഥമുണ്ട് അതിന്. അതിൽ ഈ ഒരു മാലയ്ക്ക് പറയുന്ന ഒരു പ്രത്യേക പേരുണ്ട്. അത് ദേവിക്ക് അവിടെ ചാർത്തുമ്പോൾ കാമനകളെ പൂർത്തീകരിക്കും. അവിടെ കെട്ടില്ല. കാരണം കെട്ടിക്കഴിഞ്ഞാൽ സർക്കിളായി പോകും. അവിടെ കെട്ടുവരില്ല, ഓപ്പൺ ആയിട്ട് വെച്ചേക്കും. കാരണം നിനക്ക് എത്ര ജന്മം വേണം? മധുര മീനാക്ഷിയൊക്കെ എന്താ? ശ്രീവിദ്യ ശിവവാമഭാഗനിലയ ഹ്രീങ്കാര മന്ത്രോജ്വല. അമ്മയൊക്കെ കാമങ്ങളെ പൂർത്തീകരിക്കാൻ അനുഗ്രഹിക്കുന്നവരാ. കാരണം മാതങ്കിയായിട്ട് മധുര മീനാക്ഷിയായിട്ട് ഇരിക്കുന്ന ദേവി. അതേസമയം
നമ്മൾ കാഞ്ചി കാമാക്ഷിയിൽ ചെല്ലുകയാണെങ്കിൽ അമ്മ 2 കാലും മടക്കി വെച്ച് മാല മുഴുവനും പൂർത്തീകരിച്ച് കെട്ടിയ മാല അമ്മയുടെ കഴുത്തിലിടുന്നത്. അവിടെ നമ്മള് ഈ ദേവിയെ ഉപാസിക്കുമ്പോൾ കാമനകൾ പൂർത്തീകരിച്ച് അടുത്ത പദത്തിലേക്ക് പൊക്കോളണം, യോഗ പദത്തിലേക്ക് പൊക്കോളണം. ഈ ഓപ്പൺ ആയിട്ടിരിക്കുന്ന മാല നമുക്കിനി ജന്മങ്ങൾ വേണം എന്ന് പറയുന്ന ആ അർത്ഥമാണ്. അങ്ങനെ ഒരു മാല കൊണ്ടിടുമ്പോൾ എനിക്കിനി ഒരുപാട് ഉണ്ടമ്മ, ഇതൊന്നും പോരാ, ഇനി പല ജന്മങ്ങൾ വേണം. അപ്പൊ എനിക്ക് എന്തൊക്കെ ആവണം? ഡോക്ടർ ആവണം, IAS ആവണം, അത് വേണം, ഇത് വേണം, പഠിപ്പിക്കണം, ഇനി കൂടുതൽ ശ്രീവിദ്യ ഉപാസനയിൽ നന്നായിട്ട് പോണം. എത്ര ആഗ്രഹങ്ങളാ, എത്ര ആയിക്കോട്ടെ, സാരമില്ല. അതിനനുസരിച്ച് എനിക്കൊരു ജന്മം തരൂ എന്ന് പറഞ്ഞാൽ അതും തരും. ഏത് ജന്മം വേണമെങ്കിലും എടുത്തോളൂ. പക്ഷെ അമ്മയുടെ പാദപത്മങ്ങൾ മറന്നു പോകരുത്. അമ്മയെ ഉപാസിക്കണം. കാരണം അമ്മയാണ് നമുക്ക് തരുന്നത്. ഈ ഒരു ബോധത്തോടു കൂടി ഈ ഒരു നാമങ്ങൾ, സഹസ്രനാമങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് എല്ലാം പഠിച്ചു കഴിഞ്ഞ് നമുക്കൊരു തൃപ്തി ഉണ്ടാവണം ഉള്ളില്. അതുകൊണ്ടാണല്ലോ അമ്മയെക്കുറിച്ച് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പോകുന്നത്. ആ ഒരു തൃപ്തി, അതാണ് ആ ശാന്തി നമ്മുടെ ഉള്ളിൽ. അതാണ് ശാന്ത്യാതീത കലാത്മിക. അമ്മയുടെ ശാന്ത സ്വരൂപം. നമ്മളും ശാന്തമാവണം. ഇതുവരെ നമ്മുടെ മനസ്സ് അജിറ്റേറ്റഡ് ആയിരുന്നു, കലുഷിത മനസ്സാണ്. ദുഃഖങ്ങള് സുഖങ്ങള് ഇങ്ങനെ മാറി മാറി വരുന്നു. സുഖം സന്തോഷം തരണു, ദുഃഖങ്ങൾ തരണു. മനസ്സ് ഇങ്ങനെ തിരമാലുകൾ പോലെ ഇങ്ങനെ എന്താ പറയാ അലയടിച്ചുകൊണ്ടേയിരിക്കണം. അവിടെ ഒരു ശാന്തത വരണമെങ്കിൽ എന്ത് വേണം? ഈ സുഖങ്ങളെല്ലാം അനുഭവിച്ചോളൂ. അതിനെന്താ? അമ്മയല്ലേ തരുന്നത്. അത് അനുഭവിച്ചിട്ട് ഈ അമ്മയെ പഠിച്ചു കഴിയുമ്പോൾ നമ്മള് ആ ഒരു മുക്തി പദത്തിലേക്ക്, മനുഷ്യന്റെ ഏറ്റവും ഉയർന്ന ലക്ഷ്യമാണ് മുക്തി. അപ്പൊ അതും അമ്മ തരും, കൈവല്യ പദം തരും അമ്മ. അതും ചോദിച്ചോളണം. കാരണം ഇല്ലെങ്കില് ഈ ജനന മരണ ദുഃഖങ്ങളിൽ വന്നുകൊണ്ടേയിരിക്കണം. ഒരിക്കലും ജന്മം നമുക്ക് ബ്ലെസ്സിങ് ആണെന്ന് പറയാൻ പറ്റില്ല. ജന്മം ദുഃഖം തന്നെയാണ്. 9 മാസത്തെ ഗർഭവാസം, അത് കഴിഞ്ഞുള്ള ഒരു എന്താ പറയാ പുഴുക്കൾ അരിച്ചു കിടക്കുന്ന ആ ഒരു പല പല എന്താ പറയാ നീറ്റലും ദുഃഖവും വിഷമവും ശരീരക്ലേശവും, അതിൽ നിന്നുള്ള ഒരു വളരല്, ഈ പ്രപഞ്ചവുമായിട്ടുള്ള അറിവ് അതിനെ എന്താ വിടർന്നു വരിക. ശരിക്കും പറഞ്ഞാല് ജന്മം എന്ന് പറയുന്നത് എന്താ പറയാ സുഖമാണെന്ന് പറയാൻ പറ്റില്ല. ഈവൻ നാരദൻ പറയുന്നുണ്ട്, ഭഗവാനെ ഇതാണോ മനുഷ്യജന്മം, ഇതാണോ എല്ലാവരും സുഖം എന്ന് പറയുന്നത്, എനിക്ക് മതിയായി, എനിക്ക് ഒരു ഞൊടിയുടെ കൊണ്ട് എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കുമെന്നാണ് നാരദൻ പറയുന്നത്. നാരദന് മനുഷ്യജന്മം കൊടുക്കുകയാണ് അനുഭവിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുപോലെ മനുഷ്യജന്മം സുഖം എന്ന് പറയാൻ പറ്റില്ല. കാരണം എപ്പോഴും എത്ര സുഖമുള്ളവനും ദുഃഖവും കാണും. ഒരു ഇരുട്ടും ഒരു വെളിച്ചവും പോലെ. നമ്മൾ വിചാരിക്കുന്നതാണ് എല്ലാവരും വളരെ സുഖമാണെന്ന്. നമുക്ക് അവരുടെ ആ ഒരു ഇന്നർ പാർട്ട് ഒന്നും അറിയില്ല. കാരണം ഏറ്റവും വലിയ സുഖിമാനും ഏറ്റവും വലിയ ദുഃഖമുള്ളവനും രണ്ടും കറക്റ്റ് അല്ല. കാരണം ഇത് രണ്ടും ഏറ്റക്കുറച്ചിലുണ്ട്. പിന്നെ നമുക്ക് ജനനാലെ കിട്ടുന്ന ചില ശാപങ്ങള് താപങ്ങൾ, അത് ഓരോരുത്തർക്ക് വ്യക്തിഗതമാണ്. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും സുഖ ദുഃഖ സമ്മിശ്രമായിരിക്കും. കാരണം നമ്മുടെ പുണ്യപാപങ്ങൾ സമമാവുമ്പോഴാണ് മനുഷ്യജന്മം കിട്ടുന്നത്. അതിൽ നമ്മൾ ഏറ്റക്കുറച്ചിലുകൾ വരുന്നേ ഉള്ളൂ. അത് നമ്മുടെ ഭൗതികമായിരിക്കുന്ന ഐശ്വര്യങ്ങളിലായിരിക്കും ഏറ്റക്കുറച്ചിലുണ്ടാകുന്നത്. മനുഷ്യജന്മം സുഖം എന്ന് പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും പറയുന്ന ദേഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാ പറയുന്നത്. അപ്പോ ദേഹം വേണം ഒരു ഉപാധിയായിട്ട്. ഒരു സാധകന് സാധനയിൽ പുരോഗമിക്കണമെങ്കിൽ, സാധ്യമായിരിക്കുന്ന വസ്തുവിനെ കിട്ടണമെങ്കിൽ ഒരു ഉപാധി വേണം. അതിനെ മാത്രമായിട്ടേ ശരീരത്തെ കാണാവൂ. അല്ലാതെ അത് കഴിയുമ്പോൾ അത് ഉപേക്ഷിക്കാൻ ഒരു മടിയും വിചാരിക്കണ്ട. കാരണം പാമ്പ് ചട്ട ഉപേക്ഷിക്കുന്ന പോലെ ഒരു മുറിയിൽ നിന്ന് അപ്പുറത്തെ മുറിയിൽ ചെളി വരണ്ട അഴുക്ക് വസ്ത്രങ്ങൾ, പഴയതായ മുഷിഞ്ഞ ആ ഒരു വസ്ത്രത്തെ മാറ്റുന്ന പോലെ ത്യജിക്കാൻ നമുക്ക് പറ്റണം. കാരണം എന്താ? അമ്മയാണ് ഇതിനകത്തിരിക്കുന്നത്. അമ്മയ്ക്ക് വേണ്ടാത്തത് നമുക്കും വേണ്ട. നമ്മൾ ഈ രണ്ട് ഞാൻ വേറെ അമ്മ വേറെ എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ്. ഈ ദേഹി തന്നെയാണ് നമ്മുടെ എല്ലാം, ജീവാത്മാവ്. നമുക്ക് ഈ നാമരൂപങ്ങൾ തന്ന് നമ്മളെ ഈ പേര് വിളിച്ചിവിടെ ഇരുത്തിയിരിക്കുന്നതും അമ്മയാ. നാളെ ഈ ശരീരം ഉപേക്ഷിക്കുമ്പോൾ പേര് നഷ്ടപ്പെട്ടു. ആ പേര് നഷ്ടപ്പെട്ട നമുക്ക് പിന്നെ ആരാ ഉള്ളത്? അമ്മയുടെ പേരല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിലോട്ട് അധികം കിടന്ന് പിടിച്ചു തൂങ്ങേണ്ട കാര്യമില്ല. ഇനി ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ സാധിക്കാം. അതിനെന്താ? ഈ 998 നാമങ്ങൾ എന്തൊക്കെ തരുമോ അതെല്ലാം, സകല ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് അമ്മ അവസാനം നമുക്ക് കൈവല്യ പദം തരട്ടെ. ആ ശിവ സായുജ്യ പദവി നമുക്ക് തരട്ടെ. ശിവനെ നമ്മൾ അറിയട്ടെ. ആ ശിവൻ മുക്തി തരട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കണം. കാരണം ഈ ഒരു ലളിതാ സഹസ്രനാമം സർവ കൽപ്പലതികയാണ്. ഭാസ്കരരായര് പറയണു, തരാത്തതായിട്ട് ഒന്നുമില്ല. കൽപ്പലതിക, കൽപ്പവൃക്ഷം. ആഗ്രഹിക്കുന്നത് എന്തും തരും. കാരണം ഉപാസനാമൂർത്തിയാണ് നമ്മുടെ. എന്തിനാ ഉപാസനാമൂർത്തി? എല്ലാവർക്കും ഇപ്പൊ നമ്മൾ ഓരോ ഉപാസനയിൽ പ്രവേശിക്കുമ്പോൾ ഓരോ മൂർത്തിയെ ഉപാസിക്കുക. പക്ഷെ നമ്മൾ ദേവി എന്ന് പറയുന്ന അമൂർത്തമാണ്. ദേവി മൂർത്തവുമാണ് അമൂർത്തവുമാണ്. ഈ ദേവിയെ ഒരു
ഏറ്റവും ഉയർന്ന ജന്മത്തിൽ മാത്രമേ ദേവിയെ ഉപാസനയ്ക്ക് കിട്ടുള്ളൂ. കാരണം ബാക്കിയുള്ളവരെ എല്ലാം ഉപാസിച്ചു കാണും പല ജന്മങ്ങളില്. ഈ ദേവിയിൽ തന്നെ പലരും ശ്രീവിദ്യ ഉപാസന വിട്ടുപോകും. പക്ഷെ അതിൽ നിൽക്കുന്നവരെന്താ, അത്രയ്ക്ക് ഉയർന്ന മനസ്സുള്ളവർക്കേ ശ്രീവിദ്യ ഉപാസനയിൽ നിൽക്കാൻ പറ്റൂ. ദേവിയെ ഉപാസിക്കുക. ദേവിയെ ഉപാസനാമൂർത്തിയായിട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ പ്രപഞ്ചം, ഈ വിശ്വം, ഈ ഭുവനങ്ങള്, ഇതിന്റെ എല്ലാം നമ്മൾ സ്വന്തം എന്ന അർത്ഥം. പക്ഷെ നിസ്സാരരായിട്ടുള്ള നമ്മുടെ മനസ്സ് അത്രയും ഓപ്പൺ അപ്പ് ആവാൻ പറ്റുന്നില്ല. കാരണം അമ്മ നമ്മുടെ ആണെന്ന് പറയുമ്പോ എന്താ, നമ്മുടെ അമ്മയുടെയാണ്. പിന്നെന്താ, അപ്പൊ അമ്മയുടെ എല്ലാ സ്വത്തുക്കളും നമ്മുടെ അല്ലേ? നമ്മൾ ലിമിറ്റഡ് ആയിട്ട് 5 സെന്റും ഈ ഒരു കെട്ടിടവും ഇത് എന്റേത്, അതിൽ നിൽക്കുന്ന നമുക്ക് ആ മനസ്സ് തുറക്കാൻ പറ്റുന്നില്ല. ഈ അമ്മയെ സ്വന്തമാക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഇൻഫിനിറ്റ് ആവണം, നമ്മുടെ മനസ്സ് തുറക്കണം. എല്ലാം വിശ്വപ്രപഞ്ച സ്വരൂപിണിയായിരിക്കണ ഈ അമ്മ എന്റേതാണെങ്കിൽ ഇവിടെ എനിക്ക് ഒന്നും എടുക്കാനുമില്ല, കൊടുക്കാനുമില്ല, നമുക്കൊന്നും നേടാനുമില്ല, കളയാനുമില്ല. അമ്മയുടെ ആഗ്രഹത്തിന് വരുന്നു, അമ്മയുടെ ഇഷ്ടമനുസരിച്ച് ഇവിടെ ജീവിക്കുന്നു, അമ്മയിലേക്ക് തിരിച്ചു പോകുന്നു. നമുക്കൊരു ധാമമുണ്ട്, പെർമനന്റ് ആയിട്ടൊരു സ്ഥലമുണ്ട്. നമ്മൾ എന്തിനാ ഈ വാടകയ്ക്ക് ഇവിടെ താമസിക്കുന്നത്? ഒരു 50 വർഷം, 60 വർഷം, 70 വർഷം അത്രയല്ലേ നമുക്കുള്ളൂ. നമ്മള് ടെനൻസ് അല്ലേ? ഇത് വാടക സ്ഥലമാണ് നമുക്ക്. പക്ഷെ വാടക കൊടുക്കണ്ട, അമ്മ എല്ലാം ഫ്രീ ആയിട്ട് തരണു ഇല്ലേ? വായു, വെള്ളം, പഞ്ചഭൂതങ്ങളെല്ലാം ഫ്രീ ആയിട്ട് തരുന്നു, ശരീരവും തന്നു. പിന്നെന്താ, ഇവിടെ സുഖമായിട്ട് താമസിക്കുക, വന്ന വഴിക്ക് തിരിച്ചു പോവുക, വന്ന സ്ഥലം മറക്കാതിരിക്കുക, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് എല്ലാവർക്കും നല്ല ജീവിതം, നല്ല മരണം, സ്വച്ഛന്ത മൃത്യു, ഇതെല്ലാം കൊടുക്കുന്ന ഇത് സിദ്ധികളാണ്. എല്ലാവർക്കും ഇത് കിട്ടില്ല, ഒരു സ്ട്രഗിളിങ്. ഇനിയിപ്പോ ഏത് മനുഷ്യ ദൈവങ്ങളെയാണ് ഇവിടെ ഉപാസിച്ചിട്ടുണ്ടെങ്കിലും ഈ ഭൂമിയിൽ അവർക്കൊക്കെ ജന്മങ്ങൾ വരണം. കാരണം മനുഷ്യര് ഒരിക്കലും പൂർണ്ണനല്ല, അപൂർണനാണ്. നമുക്കൊരു മനുഷ്യനെ ഉപാസിക്കാൻ, മനുഷ്യനെ ദൈവമായിട്ട് ഉപാസിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. കാരണം ഭാരതീയ പൈതൃകം അതിന് പറയുന്നില്ല. ഇവിടെ ഗുരുപരമ്പരയാണുള്ളത്, ഗുരുക്കന്മാര്. അവര് ദൈവങ്ങളല്ല, അവര് നമുക്ക് കാണിച്ചു തരുന്നവരാ, അവര് ദേശികന്മാരാണ്. ഇത് നിന്റെ ഉള്ളിലിരിക്കുന്ന ആ സത്യത്തെ നീ അറിയും. ഒരു വിളക്കിൽ നിന്ന് വേറൊരു വിളക്ക് കത്തിച്ചു തരുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് ഈശ്വരനെ പൂജിക്കുക, അല്ലാതെ നമ്മള് ഗുരുക്കന്മാരെയോ ഇല്ലെങ്കിൽ എന്താ പറയുക സിദ്ധികളുള്ളവരെയോ പൂജിച്ചു കഴിഞ്ഞാല് 12 പ്രാവശ്യം തനിയാവർത്തനം എന്നതിന് പറയുന്നത്, 12 പ്രാവശ്യം മനുഷ്യജന്മം എടുക്കണം എന്നാ പറയുന്നത്. കാരണം ഒരിക്കലും മനുഷ്യൻ, അപൂർണനായ മനുഷ്യനെ ഈശ്വരനായിട്ട് പൂജിക്കാൻ പാടില്ല. അവന്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വര തത്വത്തെ മാത്രമേ പൂജിക്കാൻ പാടുള്ളൂ. അതാണ് ആത്മതത്വം. എപ്പോഴും ഇത് പൂജിക്കാൻ ആ മനസ്സ് നമുക്ക് ഉയരുന്നു. അപ്പൊ നമ്മളെല്ലാവരും എന്താ, അതീവ പുണ്യശാലികളാണ്. കാരണം ഈ ദേവിയെ പൂജിക്കാൻ പറ്റുക, അത് ഏത് ജന്മത്തിലാണെങ്കിലും അതിനുള്ള അർഹത നമ്മൾ നേടുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ എന്താ പറയാ, ഗോൾഡൻ ലിപികളിൽ എഴുതി വെക്കുക. ജീവിതത്തിൽ എന്തൊക്കെ ദുഃഖങ്ങൾ വന്നോട്ടെ, പക്ഷെ ഈ ഒരു ശ്രീവിദ്യ ഉപാസന കിട്ടിയത് അത് സ്വർണമയമായിട്ടുള്ള നക്ഷത്ര ലിപികളിൽ എഴുതുക എന്നാ. കാരണം നമുക്ക് ഒരു മനുഷ്യ ഗുരുക്കന്മാരെ കാലിൽ പൂവിട്ട് പൂജിക്കാനോ ഒന്നല്ല, നമുക്കൊരു ഗുരുപരമ്പര കാണിച്ചു തരുന്ന നിന്റെ ഉള്ളിലിരിക്കുന്ന ശക്തി, എല്ലാത്തിലും ഇരിക്കുന്ന ശക്തി, അത് കാണിച്ചു തരുന്ന ഒരു നല്ല ഗുരുപരമ്പരയെ കിട്ടി. ഈ ഒരു പ്രപഞ്ചേശ്വരിയായിരിക്കുന്ന ലളിതാ ത്രിപുര സുന്ദരിയെ നമുക്ക് ഉപാസിക്കാൻ പറ്റി. അമ്മയുടെ ലളിതാ സഹസ്രനാമം പഠിക്കണു, അമ്മയെക്കുറിച്ച് അമ്മയെ ഉപാസന ചെയ്യണു, അമ്മയുടെ പഞ്ചദശാക്ഷരി മന്ത്രം കൊണ്ട് അമ്മയെ നമ്മൾ ഉപാസിക്കുന്നു. ഇതൊക്കെയാണ് സിദ്ധികൾ എന്ന് പറയുന്നത്. ആ സിദ്ധികളെല്ലാം നമ്മൾ കുറച്ച് കാണാൻ പാടില്ല. ഇപ്പൊ ഏത് കാമ്യകർമ്മം ചെയ്യുമ്പോഴും നമ്മൾ പറയാറുണ്ട് ഇഷ്ടകാര്യ സിദ്ധ്യർത്ഥം എന്ന് പറയാറുണ്ട് അല്ലെ? അപ്പൊ എന്താ നമുക്ക് വേണ്ടത്? നമ്മൾ ഏത് പരിഹാരം പറയുമ്പോഴും ലളിതാ സഹസ്രനാമം ദേവി മഹാത്മ്യം വായിക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ഒരു വിഷമം വന്നു, 16 ദിവസം വായിക്കൂ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ആദ്യം നമ്മുടെ സകല ദുരിതക്ഷയദ്വാര ഇഷ്ടകാമ്യ സിദ്ധ്യർത്ഥം. അപ്പൊ ഈ സിദ്ധ്യർത്ഥം എന്ന് പറയുന്നത് എന്താ? എനിക്ക് ഈ സിദ്ധികൾ കിട്ടട്ടെ, എനിക്ക് അനുഗ്രഹം കിട്ടട്ടെ എന്നാണ് അല്ലെ? അപ്പൊ അതാണ് കാമ്യകർമ്മം. അപ്പൊ ഈ ഇഷ്ടകാര്യ സിദ്ധ്യർത്ഥം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സിദ്ധികൾ തരാൻ ഒരാളെ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊള്ളാം, ഈ ഒരു ഭഗവതി. കാരണം ശ്രീചക്രത്തിന്റെ ആദ്യത്തെ ഈ 10 സിദ്ധി ദേവതമാര് ഇരിക്കുന്നത് എവിടെയാ? ഭൂപുരത്തിലാണ്. ആ ഭൂപുരത്തിന്റെ 3 വരകളിലെ രണ്ടാമത്തെ എന്താ പറയുക അഷ്ടമാതൃക്കള്, മുദ്രാശക്തികള് ആദ്യം ഇരിക്കുന്നവരാണ് സിദ്ധി ദേവതമാര്. അണിമ, ലഘിമ, ഗരിമ തുടങ്ങിയുള്ള 10 സിദ്ധികള്. അപ്പൊ ഈ ഏത് ഈശ്വരനെ പൂജിച്ചാലും നമുക്ക് സിദ്ധി വരണമെങ്കിൽ, നമുക്ക് അനുഗ്രഹം കിട്ടണമെങ്കിൽ ഈ ഒരു സിദ്ധി ദേവതമാര് കനിയണം. ഇനി പ്രാകാമ്യ, ഈശ്വത്ത, വശ്യത്ത ഏത് കിട്ടണമെങ്കിൽ, അപ്പൊ നമുക്ക് ഈ ദേവിയെ പൂജിച്ചാൽ എന്താ, ചോദിക്കാതെ തന്നെ എല്ലാം കിട്ടും. കാരണം എന്താ, അമ്മ ഇരിക്കുന്ന ശ്രീചക്രത്തിന്റെ എന്താ പറയാ സ്ക്വയറില്, ഭൂപുരത്തില്
നമ്മുടെ ആ ഒരു ദേവിയെ പൂജിച്ചുകൊണ്ട് ഏറ്റവും ആദ്യത്തെ ഭൂമി തത്വത്തിലിരിക്കുന്ന അമ്മയുടെ ശ്രീചക്രം ബിന്ദു ആണെങ്കിൽ, മേളിലാണെങ്കിൽ അമ്മ ഇരിക്കുന്നത് അമ്മയുടെ ഏറ്റവും താഴത്തെ ആ ഒരു സ്ക്വയർ ആയിരിക്കുന്ന, ആ ഒരു ഭൂപുരമായിരിക്കുന്ന അവിടെ ഇരിക്കുന്ന ആദ്യത്തെ ഈ ശക്തികളാണ് ഇവര്. അപ്പൊ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഇനി എന്തിനെയൊക്കെ ഏതൊക്കെ ഈശ്വരന്മാരെ പ്രാപിച്ചിട്ട് നമ്മൾ എന്താ പറയാ അർച്ചന കഴിപ്പിച്ചാലും, നമ്മൾ പൂജിച്ചാലും, ക്ഷേത്രങ്ങളിൽ ചെന്ന് മുരുകനെയോ സുബ്രഹ്മണ്യനെയോ എന്താ പറയാ ഗണപതിയൊക്കെ പൂജിച്ചിട്ട് അവരെന്താ ചെയ്യുന്നത്? ഇഷ്ടകാമ്യ സിദ്ധ്യർത്ഥം, നമുക്ക് കാമ്യ കർമ്മങ്ങള് നമുക്ക് സാധിച്ചു തരുന്ന ആ സിദ്ധികള് ഈ ഒരു ദേവിക്ക് നമ്മൾ ചോദിക്കാതെ നമ്മുടെ കാമനകളെ പൂർത്തീകരിക്കാനുള്ള അനുഗ്രഹം ഉണ്ടാകും. കാരണം ദേവിയെ പൂജിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അവര്. ഈ ലളിതാ ത്രിപുര സുന്ദരിയുടെ മന്ത്രമുള്ളവർക്കെല്ലാം ഈ സിദ്ധി ദേവതമാര് ചോദിക്കാതെ അനുഗ്രഹം കൊടുക്കും. അപ്പൊ ഈ ശക്തിയുള്ള എന്താ പറയാ ഈ ശക്തി ദേവതമാര് തന്നെ പൂജിച്ചുകൊണ്ട് നമ്മളൊരു പ്രത്യേക രീതിയിൽ സൗന്ദര്യ ലഹരിയില് ഒരു ശ്ലോകത്തിൽ അമ്മയെ പ്രാർത്ഥിക്കുന്നത് അണിമാതിപിരാവൃതാം മയൂഖൈ അഹമിത്യേവ വിഭാവയേ ഭവാനി. അണിമാതികളാകുന്ന ആ ശക്തി ദേവതകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ആ ദേവിയെ എന്താ? അഹമിത്യേവ വിഭാവയേ ഭവാനി, ഞാനാണെന്ന് വിചാരിക്കണം. എൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ദേവി ആ അഹം ഇത് സാക്ഷാത് ആത്മരൂപേണ ഭാതി. നമ്മുടെ ഉള്ളില് ആത്മസ്വരൂപമായിരിക്കുന്ന ദേവിയെ ഈ അണിമ ലഖിമ തുടങ്ങിയ സിദ്ധികള് ചുറ്റിയിരിക്കുന്നു. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? എല്ലാ കാമനകളും ഈ ലളിതാ പരമേശ്വരിക്ക് ഒരു പൂവിടുമ്പോൾ സാധിക്കും എന്നർത്ഥം. കാരണം ഈ സിദ്ധി ദേവതമാരാണ് ദേവിയെ പൂജിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ശക്തി തരുന്നവരെയാണ് നമ്മള് ശക്തി ദേവതമാർ എന്ന് പറയുന്നത്, അല്ലെ? ശക്തി തരുന്ന ആളിനെയല്ലേ ശക്തിമാൻ എന്ന് പറയുന്നത്. അപ്പൊ ഈശ്വരൻ എന്തൊക്കെയാണ് എന്താ പറയാ നമുക്ക് തരുന്നത്? എല്ലാ അനുഗ്രഹങ്ങളും. അപ്പൊ ഈ സിദ്ധി ദേവതമാര് ലളിതാ ത്രിപുര സുന്ദരിയെ ഉപാസിക്കുന്നവർക്ക് അവര് ചോദിക്കുന്ന കാമ്യകർമ്മങ്ങളെല്ലാം തന്നെ ചെയ്തു കൊടുക്കും. ആരുടെ അനുഗ്രഹത്തോടു കൂടി? നമ്മുടെ ഉപാസനാ ദൈവം എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. പെറ്റമ്മയും പോറ്റമ്മയും പോലെയാണ്. സ്വന്തം അമ്മ. നമ്മളിനി നമ്മൾ പറയില്ലേ 1000 എന്താ പറയാ പോറ്റമ്മ ചമഞ്ഞാലും പെറ്റമ്മയാവൂല, അങ്ങനെ എന്തോ ഒരെണ്ണമുണ്ട്. അപ്പൊ അതുപോലെ സ്വന്തം അമ്മയും അല്ലാതെ ചിറ്റമ്മയും വ്യത്യാസമുണ്ട്. നമ്മളിനി ഏത് ഈശ്വരനെ ഉപാസിച്ചാലും ഈ ദേവിയെ ഉപാസിക്കുന്ന പോലെ ആവില്ല. കാരണം ഇത് അമ്മയാണ്. അപ്പൊ ഈ അമ്മയെ ഉപാസിച്ചു കഴിഞ്ഞാല് എന്താ? നമുക്കൊരു ഉപാസനാ മൂർത്തി തന്നെ അമ്മയാവുമ്പോ അവിടെ പിന്നെ എന്താ ആരോട് ചോദിക്കാനാണ്? ആ അനുഗ്രഹം ഡയറക്റ്റ് ആയിട്ട് എല്ലാവർക്കും കിട്ടും. അപ്പൊ ഈ ശക്തി, അതായത് ഈ ഒരു ശക്തി ദേവതമാരാല് പൂജിക്കപ്പെടുന്ന അല്ലയോ ഈശ്വരി ലളിതാ മഹാത്രിപുര സുന്ദരി. അപ്പോ നമ്മൾ ചോദിക്കുമ്പോ എന്താ? എൻ്റെ ഈ ചെറിയ കാമനകള് ഈ അമ്മയുടെ മുമ്പിൽ ചെന്ന് ചോദിക്കുന്ന എന്താ? ഇനി ജന്മം തരൂ, എനിക്കൊരു പ്രൊഫസർ ആവണം, ഇല്ലെങ്കിൽ ഒരു ഇങ്ങനത്തെ ഉള്ള എന്താ പറയുക നിസ്സാരമായിരിക്കുന്ന ഭൗതികമായിരിക്കുന്നത് ചോദിക്കാതെ അമ്മയുടെ കൈവല്യപദം ചോദിക്കൂ. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ അമ്മയുമായിട്ടുള്ള ഒരു സഹവർത്തിത്വം, അമ്മയുടെ അടുത്ത് നമുക്ക് ചെല്ലാൻ പറ്റട്ടെ. അപ്പൊ ഈ ചെറിയ കാമനകളിൽ നമ്മൾ ഒതുങ്ങി പോകരുത് ഈ ദേവിയെ ഉപാസിച്ചിട്ടെന്ന അർത്ഥം. കാരണം അമ്മയുടെ ശ്രീചക്രത്തിന്റെ ഭൂപരമാകുന്ന ഏറ്റവും ഔട്ടർ സർഫേസിൽ ഇരിക്കുന്ന വെറും ശക്തി ദേവതകൾ, അവർക്ക് പോലും ഇത് തരാനുള്ള കഴിവുണ്ട്. നമ്മൾ ബിന്ദു വരെ പോയി അമ്മയെ ഉപാസിച്ചിട്ട് നിസാരമായി ശരീരത്തോട് ആ ഒരു ബന്ധപ്പെട്ട കുറെ നിസ്സാര കാര്യങ്ങൾ ഈ ഭൂമിയിൽ ഇനിയും തിരിച്ചു വരിക, അത് വേണം ഇത് വേണം എന്ന് നിസ്സാരമായിരിക്കുന്ന ആ കാര്യങ്ങൾ ചോദിക്കരുത് എന്ന് പറയാൻ കാരണം എന്താ? ഈ ദേവിയെ ഉപാസിക്കണമെങ്കിൽ ഇത്ര ഇനി ഒരു ജന്മം കിട്ടുമോ, ഉപാസിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. അപ്പൊ ഈ ആത്മീയത, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മീയത എന്ന് പറഞ്ഞാൽ ആത്മാവിനെ തിരിച്ചറിയലാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉപാസന സ്വീകരിച്ചത്. ഈശ്വരൻ എന്തൊക്കെയോ നമുക്ക് തരുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഈശ്വരനെ ഉപാസിക്കുന്നത്? അല്ല. ഞാൻ ആരാണ് ആ തിരിച്ചറിവിന് വേണ്ടിയാണ് നമ്മൾ ഈശ്വരനെ ഉപാസിക്കുന്നത്. ആത്മീയത എന്നാൽ ആ ഈശ്വര ശക്തി എൻ്റെ ഉള്ളിലുണ്ടെന്നുള്ള തിരിച്ചറിവ്, അതിനെയാണ് നമ്മൾ ആത്മീയത എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ യഥാർത്ഥ ജ്ഞാനം. അപ്പൊ അമ്മ ജ്ഞാനസ്വരൂപിണിയാണ്, അല്ലെ? ഈ സത്യത്തെ തിരിച്ചറിഞ്ഞാൽ അവിടെ ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. ലളിതാ സഹസ്രനാമം അവസാനം കൊടുക്കുന്നതാണ് എന്താ പറയാ ഈ യഥാർത്ഥ ജ്ഞാനം. കാരണം ലളിതാ സഹസ്രനാമം ജപിച്ച് എല്ലാവരുടെയും ദുഃഖങ്ങൾ മാറി, ചോദിക്കുന്നതെല്ലാം കിട്ടി, പണം കിട്ടി, മകളുടെ കല്യാണം നടന്നു, ജോലി കിട്ടി, അത് ചോദിച്ചു ഇത് ചോദിച്ചു, എല്ലാം കഴിഞ്ഞ് അവസാനം ചോദിക്കും അമ്മ ജ്ഞാനം തരൂ. അമ്മ ചോദിക്കാതെ നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഗിഫ്റ്റാ ജ്ഞാനം. കാരണം ഇത് ഏറ്റവും ഉയർന്ന എന്താ പറയാ ആ തലം.
മനുഷ്യാണാം സഹസ്രേഷു, ആയിരങ്ങളിൽ ഒരാൾ മാത്രമേ അമ്മയോട് ജ്ഞാനം ചോദിക്കാറുള്ളൂ. വിവേകാനന്ദ സ്വാമിയെ പോലെ ആ ശ്രീരാമകൃഷ്ണ പരമഹംസര് 10 പ്രാവശ്യം പറഞ്ഞു, പോയി ചോദിക്കുക, അമ്മയോട് ചോദിക്കുക, നിനക്ക് എന്ത് വേണോ ചോദിക്കെന്ന് പറഞ്ഞു. ഒരു ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ കിട്ടാത്തതായിട്ട് യാതൊന്നുമില്ല. നരേന്ദ്രന് എന്ത് വേണമെങ്കിലും ചോദിക്കാം. പക്ഷെ അദ്ദേഹം എന്ത് ചോദിച്ചു? ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ജ പാർവതി, എനിക്ക് വിവേകം തരൂ അമ്മ. നമുക്ക് വിവേകമുണ്ടെങ്കിലേ വൈരാഗ്യം ഉണ്ടാവൂ. വിവേകമാണ് നമുക്ക് നിത്യ അനിത്യ വിവേകം ഉണ്ടാക്കുന്നത്. നമ്മള് ഈ വിവേകം കൊണ്ട് ഈ ദേവിയെ ഉപാസിക്കുമ്പോൾ നമ്മുടെ വിവേകം നമുക്ക് എന്താണ് നിത്യം, എന്താണ് അനിത്യം, നഷ്ടപ്പെട്ടു പോകുന്നത് എന്തൊക്കെയാണ്, നമ്മുടെ കൂടെ വരുന്നത് എന്തൊക്കെയാണെന്നുള്ള നല്ല ഒരു എന്താ പറയാ ഒരു വിവേകം, ഒരു വിവേചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. എന്നാൽ മാത്രമേ നമ്മുടെ പശു പാശ ബന്ധങ്ങളെയൊക്കെ നമുക്ക് മറുത്തെറിയാൻ പറ്റൂ. ചുമ്മാതെ അവിടെ ഇരുന്ന് രാവിലെ ഉർവാരികമെന്ന ബന്ധനാത് മൃത്യോർ മുക്ഷീയ മാമൃത എന്ന് നമ്മള് എന്താ പറയാ ഈ ഒരു മൃത്യുഞ്ജയ മന്ത്രം ജയിച്ചാൽ മൃത്യുവിനെ ജയിക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഉപാസനയിലൂടെ എന്തിലൊക്കെയാണോ മനസ്സ് കെട്ടിവെച്ചിരിക്കുന്നത്, ഈ പുത്രനും പൗത്രനും കുഞ്ഞുങ്ങളും എന്താ പറയാ വീടും ഇങ്ങനത്തെ ശരീരവുമായിട്ട്, ഈ ശരീരം പോയി കഴിഞ്ഞാൽ ഈ ശരീരത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് നമ്മളെ വിളിക്കുന്ന അമ്മ, അമ്മൂമ്മ, ചേച്ചി, ചേട്ട, ഭാര്യ, ഇതെല്ലാം ഏതാ? ഈ ശരീരം, ഈ നശിച്ചു പോകുന്ന ശരീരം. അപ്പൊ ഈ പേരുകളെല്ലാം അതോടുകൂടി എന്തായി? ഇല്ലാതായി. ചിത്രകേതു ചോദിക്കുന്ന പോലെ ഏത് ജന്മത്തെ അച്ഛൻ, ഏത് ജന്മത്തെ അമ്മ? അപ്പൊ അനേക ജന്മങ്ങളിലൂടെ കടന്നു വന്ന ആ പുരാണനായിരിക്കുന്ന ഈ ജീവാത്മാവിന് അച്ഛനോ അമ്മയോ ബന്ധങ്ങളോ പാശങ്ങളോ ഇല്ല. എല്ലാം പുറമേ നമ്മൾ ഭാവിച്ചോളണം, ഉള്ളിൽ നിന്ന് വിട്ടോളണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ കൈവല്യ പദത്തെ, കാരണം ഈ ലളിതാ സഹസ്രനാമം നമുക്ക് ജ്ഞാനമുക്തിയാ തരുന്നത്, അല്ലാതെ കാമങ്ങളല്ല. കാമങ്ങൾ തരുന്നു എന്ന് പറഞ്ഞാലും വളരെ വിഷമാണ് അത് കേൾക്കുമ്പോൾ തന്നെ. കാരണം നിസ്സാരമായിട്ട് തുച്ഛമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇത്രയും ബിന്ദു സ്വരൂപിണിയായിട്ട് അവിടെ ഇരിക്കുന്ന അമ്മയുടെ അടുത്ത് ചെന്ന് ചോദിക്കുമ്പോൾ ഒരു ഭിക്ഷക്കാരൻ ചെന്ന് രാജാവിന്റെ അടുത്ത് ഒരു നേരത്തെ ഭക്ഷണം ചോദിക്കുന്ന പോലെയല്ലേ? കാരണം ഭക്ഷണം കഴിഞ്ഞ് അപ്പ വയറ് നിറയും, പിന്നെയും വിശക്കും. അപ്പൊ അതുപോലെ നമ്മൾ ആവരുത്. കാരണം രാജാവിന്റെ അടുത്ത് ചെന്നാൽ രാജകീയമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കണം, അല്ലേ? അദ്ദേഹത്തിന്റെ കഴിവിനനുസരിച്ചുള്ളത് ചോദിക്കണം. ഒരു രാജാവിന് ഒരു ഭക്ഷണം തരിക വലിയ കാര്യമാണ്, അവിടെ നിസ്സാരമായിട്ട് ഒരു ഇലയിട്ട് തരും. അതുപോലെ ഈ രാജരാജേശ്വരിയുടെ അടുത്ത് ചെന്ന് അമ്മ എനിക്ക് ഇനി ജന്മം തരൂ എന്ന് പറഞ്ഞ് ഈ കർമ്മമണ്ഡലത്തിലേക്ക് പിന്നെയും വരണോ, അതോ അമ്മയുടെ അടുത്ത് ഇരുന്ന് ആ ഒരു മുക്തി പ്രാപിക്കണോ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണത്. അപ്പൊ വിവേകാനന്ദൻ യഥാർത്ഥ ജ്ഞാന സ്വരൂപിണി. കാരണം ദുർഗ എന്ന് പറയുന്നത് സർവ കർമ്മപ്രാപ്തിയാണ്, പക്ഷേ ലളിത എന്ന് പറയുമ്പോൾ ജ്ഞാനസ്വരൂപിണിയാണ്. സരസ്വതി വിദ്യാസ്വരൂപിണിയാണ്. സരസ്വതി എന്ന് പറയുന്ന അക്ഷരജ്ഞാനം, ഭൗതികമായിട്ടുള്ള എല്ലാ അറിവുകളും കിട്ടണമെങ്കിൽ സരസ്വതിയെ ഉപാസിക്കണം. ആ സരസ്വതിയും എല്ലാ ഭൗതിക ഐശ്വര്യങ്ങൾ തരുന്ന മഹാലക്ഷ്മിയും രണ്ട് സൈഡിൽ നിന്ന് ഇടതും വലതും നിന്ന് ചാമരം വീശുന്ന ജ്ഞാനസ്വരൂപിണിയായിരിക്കുന്ന ഈ ലളിതാദേവിയെ ഉപാസിച്ചുകൊണ്ട് നമ്മൾ ഏറ്റവും തുച്ഛമായിരിക്കുന്നതൊന്നും ചോദിക്കരുത്. നമ്മൾ എന്ത് ചോദിക്കണം? ഭാസ്കരായർ പറയണു, നമുക്ക് വേറെ ഒന്നും വേണ്ട, നിത്യ അനിത്യ വിവേകം തരൂ അമ്മ, നമുക്ക് ജ്ഞാനം തരൂ, യഥാർത്ഥ ഉയർന്ന തലം. അപ്പൊ ഇതില് ആര് ചോദിക്കും? മനുഷ്യാണാം സഹസ്രേഷു, കോടികളിൽ ഒരാളെ ഇത് ചോദിക്കുള്ളൂ. കാരണം അമ്മയുടെ അടുത്ത് ചോദിക്കുന്നതെല്ലാം എന്താ പറയാ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ പൊടിയും തട്ടിപ്പോവും. അത് കഴിയുമ്പോൾ ഉപാസനയില്ല, ഒന്നുമില്ല. അമ്മയുടെ അടുത്ത് ചോദിക്കുന്നതെല്ലാം അമ്മ അപ്പൊ തന്നെ ഭവാനിത്വം എന്ന് പറയുമ്പോ തന്നെ തരുന്ന അമ്മയാണ്. അപ്പൊ ഈ ദേവിയോട് നമ്മൾ ജ്ഞാനം ചോദിക്കണം. വിവേകാനന്ദ സ്വാമിയെ ചോദിച്ചതുപോലെ എന്നാ എനിക്ക് വിവേകം തരൂ എന്ന് ചോദിച്ച പോലെ നമ്മൾ എന്ത് ചോദിക്കണം? ജ്ഞാനം, വൈരാഗ്യം. അതാണ് നമുക്ക് ഭിക്ഷയായിട്ട് അമ്മ എന്ത് തരണം? നമ്മൾ ഭിക്ഷക്കാരായിട്ട് അമ്മയുടെ മുമ്പിൽ കൈ നീട്ടി നിൽക്കുന്ന ഓരോരുത്തരും ഭിക്ഷക്കാരാ. നമ്മൾ അമ്പലത്തിന്റെ മുമ്പിൽ കണ്ടിട്ടില്ലേ? ആ വിഗ്രഹത്തിന്റെ മുമ്പിൽ തരൂ രണ്ട് കൈയും നീട്ടി ദീപാരാധന സമയത്ത് ഇടിച്ച് തള്ളി ആ വിഗ്രഹത്തിന്റെ മുന്നിലോട്ട് ചാടി വീണ് കൈ നീട്ടിക്കൊണ്ട് നിൽക്കും. നമ്മളെ ആരുടെ മുമ്പിലെ ഈ കൈ നീട്ടുന്നത്? നമ്മുടെ മുമ്പിൽ തന്നെ, നമ്മുടെ പ്രതിബിംബത്തിന്റെ മുമ്പിൽ. അന്ന് അറിയാത്ത സമയത്ത് കൈ നീട്ടി, ഇനിയും കൈ നീട്ടരുത്. എന്തിനു കൈ നീട്ടണം? ജ്ഞാന വൈരാഗ്യം. അമ്മ എനിക്ക് ജ്ഞാനം തരൂ, അതിലൂടെ എനിക്ക് വിഗതക രാഗം, എന്നിലുള്ള രാഗങ്ങള് വിഗതമായി തീരട്ടെ. കാരണം ഇതിനോടുള്ള ഈ അട്രാക്ഷൻ കൊണ്ടാണ് പിന്നെയും ചോദിക്കുന്നത് ഭൗതിക വസ്തുക്കള്. എനിക്ക് എന്ത് വേണം? എനിക്ക് അമ്മയെ വേണം, അതിനുള്ള എനിക്ക് ആ ഒരു തരൂ. അതുപോലെ വിവേകാനന്ദ സ്വാമികൾ ചോദിച്ച പോലെ ഈ ഒരു സത്യദർശനം. അപ്പൊ അവിടെ മാത്രമേ നമുക്ക് മനസ്സ് പൂർണ്ണ തൃപ്തി കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഭിക്ഷയായിട്ട് ചോദിക്കേണ്ടത് എന്താണ്? ജ്ഞാനവും വൈരാഗ്യവും. അത് അമ്മ സന്തോഷത്തോടെ തരുകയും ചെയ്യും. കാരണം അമ്മയ്ക്ക് അതാണ് ഇഷ്ടം. അമ്മ ജ്ഞാനസ്വരൂപിണിയാണ്.
മനസ്സ് പൂർണ്ണ തൃപ്തി കിട്ടുന്നത് ഈ ഒരു സത്യദർശനത്തിൽ മാത്രമാണ്. ഇതിനെയാണ് നമ്മൾ ആത്മസുഖം. ഇപ്പൊ നമ്മൾ ആത്മസുഖം നാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് ഗുണത്തിനായി വരണം. അപ്പൊ നമുക്ക് ഈ ലളിതാ പരമേശ്വരിയെ ഉപാസിക്കുമ്പോൾ നമ്മൾ എന്ത് സുഖമാണോ അനുഭവിക്കുന്നത് ആ സുഖങ്ങളെല്ലാം മറ്റുള്ളവർക്കും കിട്ടണം എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ ഉള്ളിൽ വരും. നമ്മൾ മാത്രം എന്റേത് മാത്രം, ഞാൻ മാത്രം നല്ല ഭക്ഷണം കഴിക്കും, ഞാൻ മാത്രം നല്ല വസ്ത്രം, അങ്ങനെയല്ല. എന്റെ ആത്മസുഖം എന്തൊക്കെയാണ് ഈ പറയുന്ന വിദ്യ ഉൾപ്പെടെ, നമ്മൾ ഭൗതിക വസ്തുക്കൾ മാത്രമല്ല, ഞാൻ അറിഞ്ഞ എനിക്ക് തന്ന അമ്മ തന്ന ആ ഒരു അനുഗ്രഹങ്ങളെല്ലാം എന്റെ സഹോദരനും സഹോദരിക്കും കൊടുക്കണം. അവരും നന്മയിലോട്ട്. ഇതാണ് ഈ ശരിക്കും ഗുരുപരമ്പരയുടെ അനുഗ്രഹം എന്ന് പറയുന്നത്. ഈ ഗുരുക്കന്മാര് തന്നതാണ് നമുക്കിതെല്ലാം. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മഹത്പ്യോ ഋഷിപ്യോ ഗുരുപ്യോ നമ എന്ന് പറയുന്നത്. അവർക്കൊരു തുള്ളി വെള്ളം ഒഴിക്കുന്നത്, അവർക്ക് തർപ്പണം കൊടുക്കുന്നത്, അവർക്ക് വേറെ ഒന്നും വേണ്ട, നമ്മുടെ നന്ദിപൂർവ്വമുള്ള ഒരു വാക്ക്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും ഋഷിമുനിമാർക്കും നമ്മുടെ പിതൃകടം, ആ ഓരോ ഋണങ്ങള്, അച്ഛനമ്മമാർക്ക്, ജനിപ്പിച്ചവർക്ക്, ഈ പറയുന്ന നമുക്ക് ഈ അറിവ് തന്നവർക്ക്, അവര് നമ്മുടെ ഗുരുപരമ്പരയാ. അപ്പൊ അവർക്ക് ആ ഒരു മഹത്തുക്കള്, നമ്മുടെ അഹംബോധത്തെ മഹത്താക്കി മാറ്റുന്നവര്, അവർക്കെല്ലാം നമ്മളൊന്ന് സ്മരിച്ച് ഒരു സെക്കൻഡ് നമ്മൾ എന്തിനെല്ലാം സമയം കളയുന്നു. അപ്പൊ അവരുടെ പാദപത്മങ്ങളില് ഒരു തുള്ളി ജലം സമർപ്പിക്കുമ്പോൾ എല്ലാവരും അദൃശ്യരായിട്ടിരിക്കുന്ന ഈ പ്രപഞ്ചം എന്ന് പറയും എല്ലാവരും ഉണ്ട്. സൂക്ഷ്മജീവികളുണ്ട്, നെഗറ്റീവ് വൈബ്രേഷൻസ്, അവരെല്ലാം ഉള്ള ഈ പ്രപഞ്ചത്തിലെ ഈ മഹത്തുക്കളുടെയും ഈ ഋഷിമുനിമാരുടെയും അനുഗ്രഹം നമുക്ക് കിട്ടും. കാരണം ഈ സത്യത്തെ അവരാണ് നമുക്ക് തരുന്നത്. എന്തുകൊണ്ടാ? അവർക്ക് നമ്മളോട് എല്ലാവരോടും ഉള്ള സ്നേഹം. അപ്പൊ ഈ ദേവിയെ പൂജിക്കുമ്പോൾ ആത്മസുഖം കിട്ടുമെന്ന് പറഞ്ഞാല് ഈ ഒരു ഒറ്റ, അതായത് ഈ ഭാവത്തില്, അതായത് ഈ ദേവിയെ പൂജിച്ചാൽ മാത്രമേ, ഈ ഭക്തിയുടെ തലത്തിൽ നിന്ന് മാത്രമേ നമുക്ക് ആത്മസുഖം കിട്ടുള്ളൂ. ആത്മാവിനെ അറിഞ്ഞാലേ അതാണ് സുഖം എന്ന് തിരിച്ചറിയാൻ പറ്റൂ. അത് നമ്മുടെ ദഹരാകാശാണ്, അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പൊ നമ്മുടെ ആത്മശാന്തി, നമ്മള് മരിച്ചു കഴിഞ്ഞിട്ടല്ല ആത്മശാന്തിക്ക് എന്താ പറയാ എള്ളും പൂവും ഒക്കെ കൊടുക്കേണ്ടത്. ആത്മശാന്തി പ്രപഞ്ചത്തിലിരുന്ന് ഈ ശരീരമാകുന്ന ഉപാധിയിലൂടെ നമ്മൾ അറിയണം. അപ്പോ ഈ ഒരു ബ്രഹ്മവിദ്യ, അതുകൊണ്ടാണ് ഇതിനെ ഈ ഒരു ലളിതാ സഹസ്രനാമത്തിന് ഈ ദേവിയെ നമുക്ക് എന്താ പറയാ മുക്തി തരുന്നവൾ, അത് ആ ഈ ഒന്ന് ആത്മാവിനെ തരുന്നവൾ, അതുകൊണ്ടാണ് ആത്മവിദ്യ. അപ്പൊ ആത്മവിദ്യയിലൂടെ നമ്മൾ എന്ത് ആണ് മനസ്സിലാക്കുന്നത്? ബ്രഹ്മവിദ്യ. ആത്മാവ് ബ്രഹ്മത്തിന്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അത് ബ്രഹ്മവിദ്യ. ഈ ബ്രഹ്മം എന്താണ്? ഈ പ്രപഞ്ചത്തിന് അപ്പുറമായിരിക്കുന്ന പരയാണ്, ബിയോണ്ട് ആണ്. അപ്പൊ അത് പരാവിദ്യ. അപ്പോ ദേവി ആരാണ്? ആത്മവിദ്യ, ബ്രഹ്മവിദ്യ, പരാവിദ്യ, ശ്രീവിദ്യ. അപ്പൊ ദേവി സകല പുരുഷാർത്ഥങ്ങളില് അവസാനമായിരിക്കുന്ന മോക്ഷത്തെ, മുക്തിയില് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ക്രമമുക്തി നമുക്ക് വേണം. ക്രമമായിട്ട് ആഗ്രഹങ്ങളെ സാധിച്ച് അവസാനം നമ്മൾ എവിടെ എത്തിച്ചേരും? ആ ഒരു എന്താ പറയാ പുരുഷാർത്ഥത്തിന്റെ അവസാനമായിരിക്കുന്ന മോക്ഷപദത്തില് എത്തിച്ചേരും എന്ന് പറഞ്ഞാൽ ദേവി എത്തിച്ചിരിക്കും. അപ്പൊ ഈ ഹിന്ദു മതത്തിൽ മാത്രമേ നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ മാത്രം ഇങ്ങനെ പറഞ്ഞ് ഒരു ക്രമമുക്തി മന്ത്രത്തിലൂടെ നമുക്ക് കിട്ടുള്ളൂ. കാരണം വേറെ ഒരു എന്താ പറയാ ജാതി ഇതിലും നമുക്ക് മന്ത്രങ്ങളില്ല. മന്ത്രം മാത്രമേ മനസ്സിനെ നമുക്ക് ഒരു നിയന്ത്രിക്കാനും മനസ്സായിട്ട് തീരാനും പറ്റൂ. കാരണം എന്താ? മന്ത്രം എന്ന് പറയുന്നത് സ്പന്ദനങ്ങളാണ്. അപ്പൊ മനസ്സെന്ന് പറയുന്നത് എന്താ? കുറെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു ജഡത്തിന് ചിന്തകളുണ്ടോ? ഇല്ലല്ലോ. ജഡം ഇങ്ങനെ മരിച്ചു കിടക്കുമ്പോൾ താഴെ അതുപോലെ കിടക്കും. പക്ഷെ എന്താ? അവിടെ വായുവില്ല, പ്രാണനില്ല, ചിന്തകളില്ല. അപ്പൊ ഈ പ്രാണനും മനസ്സും, സൂക്ഷ്മമായിരിക്കുന്ന പ്രാണനെ മനസ്സെന്നും സ്ഥൂലമായിരിക്കുന്ന അകത്തോട്ടും പുറത്തോട്ടും പോകുന്നതിനെ നമ്മൾ പ്രാണൻ എന്നും പറയും. അപ്പൊ പ്രാണനും മനസ്സും രണ്ടല്ല. പ്രാണനുണ്ടെങ്കിലേ മനസ്സുള്ളൂ, മനസ്സുണ്ടെങ്കിലേ പ്രാണനുള്ളൂ. പ്രാണൻ എന്ന് പറയുന്നത് 21,600 പ്രാവശ്യം നമ്മള് അകത്തോട്ടും പുറത്തോട്ടും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ അതുപോലെ തന്നെ അത്രയും വിക്ഷുബ്ധമായിരിക്കുന്ന മനസ്സെന്ന് പറയുന്ന ചിന്തകളുടെ ഒരു പ്രവാഹമാണ്. അപ്പൊ ഈ മനസ്സ് എന്ന് പറയുന്നതിനകത്ത് നമുക്ക് എത്തിച്ചേരണമെങ്കിൽ എന്തിലൂടെ പറ്റുള്ളൂ? ഈ ചെറിയ സ്പന്ദനങ്ങളിലൂടെ, മന്ത്രത്തിലൂടെ മാത്രമേ നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റൂ. അപ്പൊ ജപിക്കുന്നവനെ മനനാൽ ത്രായതേ ഇതി മന്ത്രം. അപ്പൊ ജപിക്കുന്നവനെ രക്ഷിക്കുന്നത്, മനനം കൊണ്ട് രക്ഷ നേടാൻ പറ്റുന്നതാണ് മന്ത്രം. അപ്പൊ ഇതൊരു ശബ്ദശാസ്ത്രമാണ്. ഈ ശബ്ദത്തിന്റെ ശക്തി നമുക്കറിയാം. ബിഗ് ബാങ് തിയറിയൊക്കെ അറിയാം. ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി? ഒരു വലിയ വിസ്ഫോടനത്തിലൂടെ ആ ഒരു ബിന്ദു അവിടെ ഇങ്ങനെ വളരെ എന്താ പറയാ സാന്ദ്രമായിരിക്കുന്ന ബിന്ദു
പൊട്ടിത്തെറിക്കുകയും പല കഷ്ണങ്ങളായിട്ട് വീഴുകയും ആ ഒരു കാളി സ്വരൂപം ഒരു ഇരുട്ട് എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ എന്താ പറയാ ബ്ലാക്ക് മാറ്റർ എന്നൊക്കെ പറയാം. ബ്ലാക്ക് മാറ്റർ എന്നൊന്നും പറഞ്ഞൊന്നുമില്ല. അവിടെ മുഴുവനും ചൈതന്യം മാത്രമേ ഉള്ളൂ. ആ ചൈതന്യത്തിന്റെ ഒരു ഭാഗം സാന്ദ്രീഭൂതമായിട്ട് അവിടെ നിന്ന് പൊട്ടിത്തെറിച്ച് ആ ഒരു അത് അത്യധിഷ്ഠ ദശാങ്കുലം 90% അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. ആ ഒരു ബ്ലാക്ക് ഹോൾ അല്ലെങ്കിൽ എനർജി അവിടെ നിന്ന് വളരെ കുറച്ച് ഭാഗം ഒരു 10% പൊട്ടിത്തെറിച്ച് പ്രപഞ്ചമായിട്ട് തീർന്നു. ഈ പൊട്ടിത്തെറിച്ച് എന്തായിട്ട് തീർന്നു? നമ്മൾ വിഷ്ണുവിന്റെ ഭാഗങ്ങളായിട്ട് പുഴകള്, കടലുകള്, കുന്നുകള്, പർവ്വതങ്ങള്, ഈ പറയുന്ന എന്താ പറയാ വൃക്ഷങ്ങള് എല്ലാം ഇതിൽ നിന്നുണ്ടായി എന്ന് നമ്മൾ വിഷ്ണു പുരാണമൊക്കെ പറയുന്നുണ്ട്. അപ്പോ ഈ ഒരു എന്താ പറയാ ശബ്ദത്തിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത്. ഈ ശബ്ദം എന്തായിരുന്നു? ആദി ശബ്ദം. പഞ്ചമഹാബീജങ്ങള് അതിനു മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം എന്താ? ഈ ശബ്ദ ലയനം എല്ലാം എവിടെ? ബ്രഹ്മത്തിനകത്ത് സ്പന്ദനങ്ങൾ ഉണ്ടായിരുന്നു. ആ സ്പന്ദനങ്ങളൊന്നും പ്രകടീകൃതമായിരുന്നില്ല. അപ്പൊ അതിനെ എന്താ പറയാ ശാന്തമായിട്ട് നിർവികാരമായിട്ട് നിഷ്പ്രപഞ്ചമായിട്ടിരുന്ന സമയത്ത് ഇത് എന്താ നമുക്ക് പുറത്തൊന്നും കാണാൻ പറ്റിയില്ല. ഇത് പുറത്ത് ഭാസിക്കുക, ആഭാസം എന്ന് പറഞ്ഞാൽ പ്രകടീകൃതമാവുന്ന സമയത്ത് പ്രകടമാവണമെങ്കിൽ എന്ത് വേണം? എന്ത് കൊണ്ടാണെങ്കിലും ഒരു ശക്തി വേണം. ആ ശക്തി കൊണ്ടാണ് ഈ ബ്രഹ്മം അവിടെ നിന്ന് ഇങ്ങനെ പൊട്ടിത്തെറിച്ചു എന്ന് പറയുന്നത്. ആ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം അത് നാദത്തിലൂടെയാണ്. അപ്പൊ ആദ്യം നമ്മൾ എന്താ ഒരു ബിന്ദു സാന്ദ്രമായിട്ടുള്ള അവസ്ഥ അവിടെ നിന്ന് പൊട്ടിത്തെറിക്കുന്നത് നാദത്തിലൂടെയാണ്. ആ നാദത്തെ നമ്മൾ പ്രണവം എന്ന് പറയുന്നു. ആ പ്രണവ മന്ത്രത്തെയാണ് ഓംകാരം. ഏത് മന്ത്രവും ഏത് കാര്യം ജപിക്കുമ്പോഴും ഓം ഇത്യേകാക്ഷരം ബ്രഹ്മ. ഈ ഓം എന്ന് പറയുന്ന ഏക അക്ഷരമാണ് ബ്രഹ്മസ്വരൂപം. അതിൽ നിന്നാണ് ബാക്കി എല്ലാം വന്നിരിക്കുന്നത്. ഈ പഞ്ചമഹാബീജങ്ങൾ എന്ന് പറയുന്ന 5 ബീജങ്ങള് ഈ ശിവനും ശക്തിയുമായിട്ടിരിക്കുന്ന ഈ ഓംകാരത്തിന് മുമ്പുള്ള 5 ബീജങ്ങൾ നേരത്തെ തന്നെ ശിവനില് ഇല്ലെങ്കിൽ ഈ പരബ്രഹ്മ ചൈതന്യത്തില് ലീനമായിരുന്നു. അതിനെയാണ് പഞ്ചമഹാബീജങ്ങൾ എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഈംകാരത്തിലൂടെ ആ ഒരു എന്താ പറയാ ഐം ക്ലീം സൗഹു അങ്ങനെയൊക്കെ പറയുന്ന ആ ഒരു അകത്തിരിക്കുന്ന ബീജങ്ങളെയാണ് മഹാബീജങ്ങൾ എന്ന് പറയുന്നത്. അതിങ്ങനെ വന്ന് അത് ഓം എന്ന് പറഞ്ഞിട്ട് ആ ഓമാണ് അകാര ഉകാര മകാരങ്ങള്. അത് സൃഷ്ടി സ്ഥിതി സംഹാരമായിട്ട് തീർന്നു. അതിന്റെ ഒരു ചന്ദ്രക്കലയും ഒരു ബിന്ദു. അപ്പൊ അതിനെ നമ്മൾ തുരീയ അവസ്ഥ എന്ന് പറയണു. അപ്പൊ ഈ എല്ലാം ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരിക്കുന്ന എല്ലാത്തിനും നാമങ്ങൾ ഉള്ളതുപോലെ ഈ സ്പന്ദനങ്ങളും ഉണ്ട്. അപ്പൊ നാദത്തിനെല്ലാം എന്താ? നമ്മൾ ഇന്നിപ്പോ ഒരു പാട്ട് കേൾക്കുന്നു, നമുക്കൊരു ECG എടുക്കുന്നു, അതൊരു മെഷീനിൽ നോക്കിക്കഴിഞ്ഞാൽ പല തരംഗങ്ങളായിട്ട് പോകുന്ന കാണാം. ഈ സ്പന്ദനം എന്ന് പറയുന്നത് പ്രപഞ്ചം എപ്പോഴുണ്ടോ ഈ സ്പന്ദനം നിലനിൽക്കും. എപ്പോഴാണോ പ്രപഞ്ചം തിരിച്ചു ലയിക്കുന്നത് അപ്പോഴും മാത്രമേ സ്പന്ദനം അവസാനിക്കുകയുള്ളൂ. അപ്പൊ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താ? ലാസ്യ നടനം ഇല്ലെങ്കിൽ ശിവന്റെ താണ്ഡവം എന്നൊക്കെ നമ്മൾ പറയില്ലേ? അപ്പൊ ദേവിയുടെ ലാസ്യം, ശിവന്റെ താണ്ഡവം, ഇതെല്ലാം തന്നെ എന്താ? ഇത് ഋതമാണ്, ശബ്ദമാണ്. അപ്പൊ ശബ്ദം എന്ന് പറഞ്ഞാല് അതിനെയാണ് നമ്മൾ മന്ത്രം. ഈ 51 അക്ഷരങ്ങളും ഈ പറഞ്ഞ സൃഷ്ടി സ്ഥിതി സംഹാര സ്വരൂപമായിരിക്കുന്ന പ്രണവത്തിൽ നിന്ന് അകാരാദി ക്ഷകാരാന്ത അക്ഷരങ്ങൾ ഉണ്ടായി വർണ്ണരൂപമായിട്ട് തീർന്നു. വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാല് അക്ഷരസ്വരൂപം. 16 സ്വരാക്ഷരങ്ങളും 36 വ്യഞ്ജനാക്ഷരങ്ങളും ചേർന്ന 51 അക്ഷരാളി. 51 അക്ഷരങ്ങൾ, അതിലൊരക്ഷരം മറഞ്ഞിരിക്കുന്നു. ഈ അക്ഷരങ്ങളിലൂടെ ഇതിനെയാണ് അക്ഷരബ്രഹ്മം എന്ന് പറയുന്നത്. ആ ഇതിന് ഓരോ അക്ഷരത്തിന്റെ പുറകിലും ഓരോ ശക്തി സ്പന്ദനങ്ങളുണ്ട്. അത് ഓരോ ദേവതമാരാണ്, അതിന് രൂപവുമുണ്ട്. അപ്പൊ ഈ നമ്മള് എന്തിനെയാണ് മനസ്സിനെ നിയന്ത്രിക്കാൻ ഈ പറയുന്ന എന്താ പറയുക നമുക്ക് കാണാൻ പറ്റാത്ത ചിന്തകളാകുന്ന ഒരു പ്രവാഹം, അതിനെ ഒന്ന് നിയന്ത്രിച്ച് അതിനെ ഒന്ന് ചാനലൈസ് ചെയ്യണമെങ്കിൽ എന്താ വേണ്ട? മന്ത്രം. അപ്പൊ ഈ ശബ്ദശാസ്ത്രത്തിന്റെ ശക്തി അതാണ് ഈ ലളിതാ സഹസ്രനാമം മന്ത്രമാലയാണെന്ന് പറയാൻ കാരണം ഈ 1000 നാമങ്ങള് ഒരു മാലയിൽ കോർത്തിണക്കിയ ശിവന്റെയും ശക്തിയും ചേർന്ന തുടക്കം ദേവിയും അവസാനം ശിവനും. ഈ 2 മാല 2 സൈഡും കോർത്ത് കെട്ടണം നമ്മള്. കാരണം തുടക്കവും ഒടുക്കവുമാണ് ഇല്ലേ? തുടക്കം എവിടെ, ഒടുക്കം എവിടെ? ശരിക്കും നമ്മളിത് ദേവിയെ പഠിച്ചു വരുമ്പോൾ അനലൈസ് ചെയ്യാൻ പോയിട്ട് ചിന്തിക്കാൻ പോലും നമ്മളെ കൊണ്ട് പറ്റില്ല. പക്ഷെ അമ്മയെ മനസ്സിലാക്കി വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണു തുടക്കം അമ്മയിൽ നിന്നാണെങ്കിൽ ഒടുക്കവും അമ്മയിൽ തന്നെ. കാരണം തുടക്കം അമ്മ മായിൽ തുടങ്ങി അവസാനം കായിൽ അവസാനിച്ചു ശിവനില്. അപ്പൊ എവിടെ പോയി? ഈ മാല പൂർത്തീകരിക്കുകയാണ് നമ്മള്.
ആ 990 ആ ശിവശക്തി ഐക്യ രൂപിണി ലളിതാംബികായില് മായില് തുടങ്ങി ഈ മാല നമ്മൾ കെട്ടി പൂർത്തീകരിക്കുകയാണ്. നമ്മുടെ യാത്ര, ഈ പ്രപഞ്ച യാത്ര അമ്മയിൽ തുടങ്ങി ശിവനിൽ തീരണം. അതാണ് ഈ 999 മന്ത്രങ്ങള്. ഈ മന്ത്രങ്ങൾ നമ്മുടെ മനസ്സിൻ്റെതായിട്ട് തീരണം. മനസ്സിനെ മനനം ചെയ്തുകൊണ്ട് ജപിക്കുന്നവനെ രക്ഷിക്കുന്നതാണ് മന്ത്രം, അല്ലെ? മനനാൽ ത്രായതേ ഇതി മന്ത്രം. ഈ ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ ലളിതാ സഹസ്രനാമമാകുന്ന ഈ മുത്തുക്കള് ജപിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്താവും? അമ്മ എന്ന് പറയുന്ന പ്രകൃതിയിൽ നിന്ന് നമ്മള് അച്ഛനാകുന്ന ശിവനിൽ ചെന്നിട്ട് അവിടെ നമുക്ക് എന്താ? അവിടെയാണ് ശാന്ത്യാതീത കലാത്മിക, കലകളൊന്നുമില്ലാത്ത ആ 16ാമത്തെ കലയായിട്ടിരിക്കുന്ന, പൂർണ്ണമായിട്ടിരിക്കുന്ന ശിവശക്തി ഐക്യ രൂപത്തില് ഒരു ഉപാസകൻ അവന്റെ മനനശക്തി കൊണ്ട്, അതിലുള്ള ശ്രദ്ധ കൊണ്ട്, ഉപാസന ബലം കൊണ്ട് ഈ മന്ത്രത്തെ ജപിച്ച് തീർച്ചയായിട്ടും ഈ 1000 നാമങ്ങൾ എത്തിക്കാമെന്ന് ഈ സൗഭാഗ്യ ഭാസ്കരം എടുത്തെടുത്ത് പറയണം. കാരണം ഉപാസകന്റെ ലക്ഷ്യം അമ്മയാണെങ്കിൽ ആ അമ്മ തന്നെ ഈ ഒരു 999, അതുകൊണ്ടാണ് ഞാനത് എഴുതണമെന്ന് പറയുന്നത്. കാരണം ലിഖിത ജപമാണ് ഏറ്റവും ഉയർന്നത്. നമ്മൾ എഴുതുമ്പോൾ അത് നമ്മുടെ മനസ്സിന്റെ ആ എഴുതിയിട്ടത് മനസ്സിലായിരിക്കും. അപ്പൊ നമ്മളെ രക്ഷിക്കാൻ ഈ ഒരു ഏതെങ്കിലും ഒരു നാമം, നമ്മൾ അവസാനം എവിടെയാണോ നമ്മുടെ ജീവൻ ശരീരത്തിൽ നിന്ന് പോകുന്നത്, ഒരു നാമം അമ്മയുടേത് എടുത്ത് നമ്മുടെ ഉള്ളിൽ ഓർത്ത് പറയാൻ പറ്റുമെങ്കിൽ അത് തന്നെ അമ്മയുടെ ധാമത്തിൽ നമ്മളെ എത്തിക്കും. കാരണം ഓരോന്ന് മനസ്സിന്റെ തലമാണിത്. കാരണം മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഇതില് ഈ പറഞ്ഞ അഹങ്കാരം എന്ന് പറയുന്ന അഹം ഈ പറഞ്ഞ പ്രപഞ്ച ഉൽപ്പത്തി സമയത്ത് ആ മഹത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് അഹം. മഹത്താണ് അഹമായിട്ട് മാറുന്നത്. അഹം മഹത്തായിട്ടും തീരും. അപ്പൊ ഈ ബിന്ദുവിൽ നിന്ന് നാദത്തിലൂടെ, ഈ നാദസ്വരൂപിണിയായിരിക്കുന്ന അമ്മയിലൂടെ സദാ ഈ മന്ത്രങ്ങൾ ജപിച്ച് നമുക്ക് തിരിച്ച് നമ്മുടെ യാത്ര എവിടെ തുടങ്ങിയോ അവിടെ പൂർത്തീകരിക്കുക. അതാണ് അമ്മയുടെ കഴുത്തിലിടുന്ന മാല പൂർണ്ണമായിട്ട് കെട്ടി ആ മേരു 108 മണികളുള്ള മാലയില് അതിന്റെ മേരുദണ്ഡം എന്ന് പറയും. അതിന്റെ ഏറ്റവും അവസാനമായിരിക്കുന്ന 108ാമതിരിക്കുന്ന മണി, ആ മണി അതിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ എവിടെയാണ്? ശരിക്കും മണിദ്വീപത്തിലെത്താം. നമ്മുടെ ഈ യാത്ര കറക്റ്റായിട്ട് ആ ഒരു ശ്രദ്ധയോടുകൂടി, സമർപ്പണത്തോടുകൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ നാമം പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ലളിതാ പരമേശ്വരി ഉപാസ്യ ദേവത ആണെങ്കിൽ ഓരോരുത്തർക്കും ആ ധാമത്തിൽ എത്തിച്ചേരാൻ പറ്റും. ഇതാണ് വേറൊരു രഹസ്യം. അതുകൊണ്ടാണ് ഇതിന്റെ മന്ത്രമാല എന്ന് പറയുന്നത്. അപ്പോ ഈ എന്ത് ചെയ്യണം? ഈ ഒരു മന്ത്രമാലയെ ജപിക്കുമ്പോൾ നമ്മൾ ഈ ഒരു മമത്വം, ഈ മാല എന്ന് മന്ത്രം എന്ന് പറയുന്നതിന് വേറൊരു കാര്യം, ഒരു അർത്ഥം കൂടെ ഉണ്ട് ലളിതാ സഹസ്രനാമത്തിൽ. അത് വെളിയിൽ ആരും പറയാനില്ല. തന്ത്രശാസ്ത്രം പറയുന്നു മമത്വത്തെ മാറ്റുക. മത്വം, മന്ത്രം എന്ന് പറഞ്ഞാല് നമുക്കൊരു എന്താ പറയുക, ഒരു ടെക്നിക്കാണ് മന്ത്രം. കാരണം എന്താ? നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കാൻ, മത്വത്തെ മാറ്റാൻ, അതായത് മമത്വത്തെ മാറ്റാൻ. ആ ഒരു ശരിക്കും പറഞ്ഞ അവിദ്യ മനനം കൊണ്ട് നമുക്കൊരു മന്ദതയുണ്ട്. നമ്മളെല്ലാം ഈ പ്രപഞ്ചവുമായിട്ട് ഒരു ആലസ്യം, അല്ലെ? ആ ഒരു അതിനെ നമ്മൾ എന്താ പറയുക, തമോ ഗുണം എന്നൊക്കെ പറയും. ആ ആലസ്യത്തെ മാറ്റി നമ്മളെ അലേർട്ടാക്കി നമ്മൾ ഏത് ഉപാസനയിലാണോ ഇരിക്കുന്നത് അതിൽ നമ്മൾ ശുദ്ധതയോടുകൂടി ഇരുത്തുന്നതാണ് ഈ മന്ത്രം, ഈ മന്ത്രസ്പന്ദനം. അപ്പൊ നമ്മൾ ഈ മന്ത്രം, ഈ ഊർജം മനസ്സിൽ എപ്പോഴും ബാഹ്യമായിരിക്കുന്ന വസ്തുക്കളിൽ പ്രയോഗിക്കുമ്പോൾ മനസ്സ് കൂടുതൽ ജഡമായിട്ട് തീരും. അതേസമയം ഈ മന്ത്രമാണ് ജപിക്കുന്നെങ്കിലോ കൂടുതൽ ചൈതന്യവത്തായിട്ട് തീരും. അപ്പൊ ഈ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്ന മാലാമന്ത്രത്തില് ഉപാസ്യ ദേവതയുടെ ആ മന്ത്രം ജപിക്കുമ്പോ എന്താ? നമ്മുടെ മമത്വം, നമ്മൾ ഈ പറഞ്ഞ എന്താ പറയുക, ദേവി മഹാത്മ്യം എന്ന് പറയുന്നത് ലളിതാ സഹസ്രനാമത്തിന്റെ വെറും 2 നാമത്തിന്റെ എക്സ്പാൻഷൻ ആണെന്ന് പറയും. എന്താണ്? മമത്വം, ഇല്ലേ? ആ മമകാരം. അതുകൊണ്ട് അവിടെ നമുക്കറിയാം ഈ സുരതനും സമാധിയും ഒക്കെ എന്തിനാ ഈ കാട്ടിൽ വന്ന് കിടന്നത്? അവർക്ക് എന്തുകൊണ്ട് അവരുടെ രാജ്യത്തിൽ നിന്ന് അവര് നിഷ്കാഷിതരായി? അവരെ ആര് പറഞ്ഞു വിട്ടു? അവർക്ക് മമത്വം കൊണ്ട്, ഇല്ലേ? സുരഥനും അതെ, സമാധിയും അതെ, ഈ വൈശ്യനും അതെ, രാജാവും അതെ. രാജാവിന് കുറ്റബോധം, വിഷമം, അവിടുത്തെ എല്ലാരും പുറത്താക്കി. എന്നിട്ട് കാട്ടിൽ ചെന്നിട്ട് മമത്വം. വൈശ്യനും അതുപോലെ. വൈശ്യന്റെ ധനമെല്ലാം കഴിഞ്ഞു, അയാളുടെ ആവശ്യം കഴിഞ്ഞു, പ്രായമായപ്പോൾ അയാളെയും പറഞ്ഞു വിട്ടു. അപ്പൊ ഈ 2 പേർക്കും കാട്ടിൽ ചെന്നിട്ട് എന്താണോ അവരുടെ മനസ്സിനെ മഥിച്ചുകൊണ്ടിരുന്നത്? മമത്വം. അപ്പൊ ഈ മമത്വം, ഈ മമകാരം ഇല്ലാതാക്കുന്ന ഏക വസ്തുവാണ് മന്ത്രം. ആ മന്ത്രം കൊണ്ട് നമ്മൾ, അപ്പൊ അവിടെ എന്താ ഈ ദേവി കൊടുത്തത് അവർക്ക്? ഈ ദേവി സൂക്തം, ഇല്ലേ? ആ മമകാരത്തെ ഇല്ലാതാക്കാൻ അവര് ദേവി സൂക്തം ജപിച്ച് അവര് ദേവിയുടെ
അനുഗ്രഹത്തിന് പാത്രീഭൂതരായി. അതുപോലെ നമ്മളും എന്തിലൊക്കെയാണോ നമ്മുടെ മനസ്സ് മമത്വത്തിലിരിക്കുന്നത്, ഈ മന്ത്രം കൊണ്ട്, ഈ ലളിതാ ത്രിപുരസുന്ദരിയുടെ മഹാമന്ത്രം, ഈ അഹംബോധത്തെ മഹത്താക്കി തീരുന്ന ആ ഒരു മന്ത്രം കൊണ്ട് ഈ മമകാരത്തെ ഇല്ലാതാക്കി നമ്മൾ എന്ത് ചെയ്യണം? അവിദ്യ ഇല്ലാതാക്കണം, മനനം കൊണ്ട് തരണം ചെയ്യണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ സാധാരണഗതിയിൽ വേദങ്ങൾ പറയുമ്പോഴും തന്ത്രശാസ്ത്രം പറയുമ്പോഴും രണ്ടെണ്ണം പറയണ്ട. സത്യം വദിഷ്യാമി, ഋതം വദിഷ്യാമി എന്ന് പറയും, ഇല്ലേ? മന്ത്രങ്ങൾക്കെല്ലാം രണ്ട് കാര്യങ്ങളുണ്ട്. സത്യം എന്ന് പറയുന്നത് എന്താ? സത്യം നമ്മൾ കാണപ്പെടുന്നതാണ്. നമ്മൾ എന്ത് കണ്ണുകൊണ്ട് കാണുന്നോ അതിനെ നമുക്ക് സത്യം എന്ന് പറയാം. അപ്പൊ പറയാം, എന്റെ കണ്ണുകൊണ്ട് കണ്ടത് ഞാൻ വിശ്വസിക്കാണ്ടിരിക്കില്ല, എന്റെ കണ്ണ് സത്യമാണ് പറയണത് എന്നൊക്കെ നമുക്ക് പറയാം, അല്ലേ? അപ്പൊ കാണപ്പെടുന്നതെല്ലാം സത്യം. ഋതം എന്ന് പറഞ്ഞാൽ എന്താ? ഋതം എന്ന് പറഞ്ഞാൽ കാണാത്തത്. പക്ഷെ നമുക്കറിയാം അത് ഉണ്ടെന്ന്. നമുക്ക് പ്രാണനുണ്ടെന്ന് നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ എന്തോ പ്രവർത്തിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. നമ്മൾ മരിച്ചു എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ ശരീരം പോയി എന്ന് പറയുന്നത്, നമ്മൾ മൃതമായി എന്ന് പറയുന്നത് എന്തോ ശരീരത്തിൽ നിന്ന് പോകുന്നുണ്ടെന്ന് അറിയാം. നമ്മുടെ ഫ്രിഡ്ജിനെ പ്രവർത്തിപ്പിക്കുന്ന, നമ്മുടെ ഫാൻ പ്രവർത്തിക്കുന്നത്, അത് നമുക്കറിയാം ഇലക്ട്രിസിറ്റി കൊണ്ടാണ്. ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. ഇലക്ട്രിസിറ്റി പല നാമരൂപങ്ങളിലൂടെ വരുമ്പോൾ ഗീസറായിട്ട്, ഫ്രിഡ്ജായിട്ട്, ലൈറ്റായിട്ട് പല പല രൂപങ്ങളിൽ വരുന്നു. അതുപോലെ ഈ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു ജീവശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. ആ ജീവശക്തി പോകുമ്പോൾ നമ്മുടെ പ്രവർത്തന രഹിതമായിരിക്കുന്ന ശരീരം അവിടെ വീണു പോകും എന്ന് നമുക്കറിയാം. അപ്പൊ ഇതിനെ നമുക്ക് കാണാൻ പറ്റില്ല, ഒരിക്കലും അനുഭവിക്കാനേ പറ്റുള്ളൂ. നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ബുദ്ധിയില്, പക്ഷെ അതില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതിനെയാണ് നമ്മൾ ഋതം എന്ന് പറയുന്നത്. ഈ സത്യം വദിഷ്യാമി, സത്യം കാണുന്നതാണ്, ഋതം കാണുന്നില്ല, പക്ഷെ അത് ഉണ്ട്. അതിനെയാണ് ഈ പ്രപഞ്ചത്തിന് ചലനമുണ്ട്, ഭൂമി കറങ്ങുന്നുണ്ട്, ഇവയെല്ലാം ഋതങ്ങളാണ്. അപ്പൊ നമുക്ക് ഋതം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണപ്പെടാത്ത ഒന്നും ഉണ്ടെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ 24 മണിക്കൂറും ഭൂമി അതിന്റെ സ്വന്തം അച്ചുതണ്ടി കറങ്ങണു, ഈ പ്രപഞ്ചത്തിൽ എല്ലാ കർമ്മങ്ങളും നടക്കുന്നു. ഇതിന്റെ പിറകിലുള്ള ശക്തി ആര്? നമുക്ക് കാണുന്നില്ലേ? വൈകുന്നേരമാകണു, രാത്രിയാകണു, സൂര്യൻ പോകുന്നു, ചന്ദ്രൻ വരുന്നു, നക്ഷത്രങ്ങൾ വരുന്നു, കാറ്റ് വീശുന്നു. ഇത് നമ്മുടെ കഴിവ് കൊണ്ടാണോ വരുന്നത്? അല്ല. അപ്പൊ ഇത് ഈ പ്രവർത്തിപ്പിക്കുന്ന ശക്തി, ആ ശക്തിക്ക് ഒരു സറണ്ടർ, അതാണ് ഋതം വദിഷ്യാമി. അപ്പൊ നമ്മൾ ഋതമുണ്ട് നമുക്ക് പ്രപഞ്ചത്തോട്, നമ്മൾ ഈ കാണാത്ത ശക്തിയോട്, നമ്മളെ പ്രവർത്തിപ്പിക്കുന്നതിനോട്. അപ്പൊ ഈ ഋതം, അത് മാത്രമല്ല, ഇതിനെല്ലാം ഒരു താളവും ഉണ്ടല്ലേ, അതിനെയും ഋതം എന്ന് പറയുന്നു. ഇത് ഋതം, എന്ന് പറയുന്ന രണ്ടുണ്ട്, മറ്റത് ഋതം, RHY. അപ്പൊ അത് ഋതം, അതിനൊരു താളം, അതാണ് മന്ത്രം. അപ്പൊ ഈ മന്ത്രം കൊണ്ട് നമ്മൾ എന്തൊക്കെയാണോ കണ്ണുകൊണ്ട് കാണപ്പെടുന്നത് സത്യമാണെങ്കിൽ, നമ്മൾ ഈ ഋതം എന്ന് പറയുന്നത് കാണപ്പെടാത്ത വസ്തുക്കൾക്കുള്ള സമർപ്പണം, അതിനെയാണ് നമ്മൾ മന്ത്രം എന്ന് പറയുന്നത്. മന്ത്രത്തെ കാണാൻ പറ്റില്ല, പക്ഷെ മന്ത്രത്തിന് ദേവതയുണ്ട്. ആ ദേവതയിലൂടെ നമ്മൾ അവിടെ സമർപ്പണം ചെയ്യുക. നമുക്ക് കാണുന്നതിനെ മാത്രമേ സത്യം എന്ന് പറയാൻ പറ്റൂല, കാരണം കാണുന്നത് ഒന്നും സത്യമല്ല, അതാണ് സത്യം. ഈ ഋതമാണ് സത്യം. അപ്പം നമ്മള് ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയുന്ന പോലെ ഈ കാണപ്പെടാത്ത വസ്തുവിന് നമുക്ക് സമർപ്പണം കൊടുക്കുന്നത് എന്തിലൂടെയാണ്? മന്ത്രത്തിലൂടെ മാത്രമേ അവരുടെ മന്ത്രശരീരത്തെ നമുക്ക് തൊട്ടറിയാൻ പറ്റൂ. നമുക്ക് ശരീരം ഇരിക്കുന്നതുകൊണ്ട് ഈ പറയുന്ന ട്രാൻസ്പെറന്റ് അല്ലാത്ത ഒപ്പേക്കായിരിക്കുന്ന ഈ ശരീരം എല്ലാത്തിനും തടസ്സമാണ്, നമുക്ക് കാണാൻ പറ്റില്ല, അനുഭവിക്കാനേ പറ്റുമോ, പക്ഷെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനനം ചെയ്ത് മമത്വത്തെ ഇല്ലാതാക്കി എന്ത് ചെയ്യണം? ഈ ഋതം ചെയ്യണം, നമുക്ക് ഇതിനെ സമർപ്പിക്കണം. ഏതുകൊണ്ട്? മന്ത്രം കൊണ്ട്. ഈ പ്രപഞ്ച സൃഷ്ടിയിലിരിക്കുന്ന 33 കോടി ദേവകള് എല്ലാവർക്കും നമ്മള് ഋതമുണ്ട്, നമുക്ക് അവർക്ക് സമർപ്പണമുണ്ട്. ഈ ഏതിലൂടെ നമുക്കത് കൊടുക്കാൻ പറ്റൂ? മന്ത്രത്തിലൂടെ. അപ്പൊ ഏറ്റവും വലിയ മന്ത്രം ഏതെന്ന് ചോദിച്ചാൽ പ്രണവ മന്ത്രം, ഓംകാരം. അതുകൊണ്ടാണ് എല്ലാ മന്ത്രത്തിന്റെ മുമ്പിലും പ്രണവം ചേർക്കുന്നത്. കാരണം ഈ കാണപ്പെടുന്നത് എല്ലാം ഈ ശിവനാണ്. ഈ ശക്തിയിലൂടെ ഈ പ്രപഞ്ചം, ഈ വിശ്വമായിട്ട് തീരുന്നത്. ഈ നാദങ്ങളെല്ലാം തന്നെ എന്താ? ആ സോഴ്സില്, ആ ഒരു യഥാർത്ഥത്തിൽ എന്താണ്? പ്രണവമാണ്, ഓംകാരമാണ്. ഓംകാരം എന്ന് പറയുന്നത് ബ്രഹ്മമാണ്, ബ്രഹ്മത്തിന്റെ ശബ്ദമാണ്. ആ ശബ്ദ തരംഗങ്ങളാണ് നമ്മളെ നിലനിർത്തുന്നത്. അപ്പൊ ശരീരം എന്ന് പറയുന്നത് താളം, അതായത് പ്രപഞ്ചതാളം, ശരീരതാളം, ഇത് രണ്ടും തമ്മിൽ വളരെ പാരസ്പര്യമുണ്ട്. നമ്മൾ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെടുന്നത് ഈ നാദത്തിലൂടെയാണ്. അപ്പൊ നമുക്ക് ഏറ്റവും ഉയർന്ന തലം ഏതാണെന്ന് ചോദിച്ചാൽ മന്ത്രം. ആ മന്ത്ര സ്വരൂപത്തിൽ മാത്രമേ നമുക്ക് ദേവതയുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ കിട്ടുള്ളൂ. അപ്പൊ മനസ്സിനെ നിയന്ത്രിക്കുന്നത് അശ്വാരൂഢയെ പോലെ ആ ഒരു
പടക്കുതിരയെ പോലെ 5 ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് സഞ്ചരിക്കുന്ന ആ ഒരു അശ്വങ്ങളെ നിയന്ത്രിക്കാൻ അശ്വാരൂഢയായിരിക്കുന്ന അമ്മയെ നമ്മൾ അവിടെ ഇരുത്തണം. അത് മന്ത്രത്തിന് മാത്രമേ അതിനുള്ള കഴിവുള്ളൂ. കാരണം ഏത് മന്ത്രം ജപിച്ചാലും നമ്മൾ എത്തുന്നത് പ്രണവ മന്ത്രത്തിലാണ്. അകാര ഉകാരം അകാരങ്ങളാകുന്ന ബ്രഹ്മമാണ് ഈ 51 അക്ഷരങ്ങളായിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അകാരാന്ത ക്ഷകാരാന്ത സ്വരൂപിണിയെ നമാന്ന് നമ്മൾ പറയുന്നത്. അമ്മയുടെ 51 അക്ഷരങ്ങൾ 51 മന്ത്രങ്ങളാണ്. ഈ മന്ത്രത്തിന് ഒരിക്കലും നാശമില്ല, അക്ഷരങ്ങൾക്ക് നാശമില്ല. പ്രപഞ്ചത്തിൽ എന്നും നമ്മുടെ വാക്കുകൾ നിലനിൽക്കും. ആ വാക്കുകൾക്കനുസരിച്ച് ജന്മങ്ങൾ കിട്ടും. ഓരോന്നും നമ്മൾ ചുമ്മാ വഴി കൂടെ പോയ ഒരാൾ നമ്മളെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതോ ജന്മത്തിൽ ആ വാക്കുകൾ അവിടെ അവർക്ക് കൊടുത്തിരുന്നു. അപ്പൊ എല്ലാം നമ്മുടെ എന്ത് എറിയുന്നോ അത് തിരിച്ചു വരും. ഫോർ എവറി ആക്ഷൻ അല്ലെ, നമ്മുടെ ആ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, കൂടുതലും ഇല്ല കുറവും ഇല്ല. അപ്പൊ ഇതിന്റെ ഉത്തരം ഇനി ചോദിച്ചേക്കരുത്. കാരണം എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ വന്നു, നമ്മൾ കൊടുത്തു, നമുക്ക് കിട്ടി. അപ്പൊ ഈ കിട്ടിയത് ഇനി എന്ത് ചെയ്യണം, നമ്മൾ തിരിച്ചു വിടണം, ചാനലൈസ് ചെയ്യണം. കാരണം നമ്മൾ ഉപാസകരാണ്. ആരുടെ? പ്രപഞ്ചേശ്വരിയായിരിക്കണം അമ്മയുടെ, ലളിതാ പരമേശ്വരിയുടെ ഉപാസകര്. നല്ല വാക്കുകൾ, നമുക്ക് ഋതമുണ്ട്. ആ ഒരു സത്യം വദിഷ്യാമി, എല്ലാത്തിന്റെയും അവസാനം വേദമന്ത്രങ്ങൾ പറയണു, ഞാൻ സത്യം പറയുന്നു, സത്യം ചെയ്യാം. ഋതം വദിഷ്യാമി, രണ്ട്. നമ്മൾക്ക് ഈ ഒരു കാണാത്ത വസ്തുവിനോട് ഒരു സമർപ്പണമുണ്ട്. അതാണ് മന്ത്രത്തിലൂടെ നമ്മൾ സമർപ്പിക്കുന്നത്. നമുക്കത് കുറച്ചും കൂടെ ഇതിനെ എന്താ പറയാ, ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചാലേ ഈ ലളിതാ സഹസ്രനാമത്തിന്റെ 1000 മന്ത്രങ്ങള് നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളാണ് ഇനി ഇതിന്റെ കൂടെ ചേർത്ത് പറയാൻ പോകുന്നത്. കാരണം ഈ സപ്തധാതുക്കളായിരിക്കുന്ന മനസ്സായിരിക്കുന്ന എല്ലാം ഈ ശബ്ദ തരംഗങ്ങളാണ്. അപ്പൊ ഇതിനകത്ത് ഡാകിനി, ലാകിനി, ശാകിനി, സപ്തധാതുക്കള്, സപ്തമന്ത്രങ്ങള് എല്ലാം നമ്മുടെ ശരീരത്തിൽ ഇരിക്കുക. ഇത് ഓരോന്നും ജപിക്കുമ്പോൾ, അതുകൊണ്ടാണ് ലളിതാ സഹസ്രനാമം ഓടി നടന്ന് ജപിക്കരുത്. ഒരിടത്ത് ഇരുന്ന് ഒരു 20 മിനിറ്റെങ്കിലും എടുത്ത് വ്യക്തമായിട്ട് മനസ്സിൽ പറഞ്ഞ് ജപിച്ചു പോവുക. അത് നമ്മുടെ ശരീരത്തിൽ തരംഗങ്ങൾ ഉണ്ടാക്കും, പ്രത്യേകിച്ച് പഞ്ചദശി ജപിക്കുന്ന ശരീരങ്ങളിൽ. അപ്പൊ ഈ ദേവി ആവിർഭൂതയായി നമ്മുടെ ഉള്ളിലെ ചിദഗ്നി കുണ്ടത്തിൽ തന്നെ വന്ന് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ദേവന്മാരെ, ഇന്ദ്രിയങ്ങളെ, നമ്മുടെ പോസിറ്റീവ്നെസ്സിനെ സംരക്ഷിക്കാൻ അമ്മ സദാ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. കാരണം ഇല്ലേ നമ്മൾ അസുരന്മാരുടെ പിടിയിൽ പെട്ടുപോകും. അപ്പൊ ദേവി നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. നാളെ നമുക്കിത് വീണ്ടും ബാക്കി കാണാം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.